പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനും ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ഗീത ഗോപിനാഥാണ്. തന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ ഗീത ഗോപിനാഥിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താമോ? അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സിസ്റ്ററെ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ വെള്ളായണിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും 3 പൈതങ്ങളും ഉണ്ട്. 3 പെൺമക്കളാണ്. അതിൽ 2 വിവാഹം കഴിഞ്ഞു. ഒരാൾ UK സെറ്റിൽഡ്, ഒരാൾ നാട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോള് ദുബായിൽ ഇപ്പൊ 2 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സിസ്റ്റർ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിനെ തുടർന്ന് സമയങ്ങളെ വേർതിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർമാനമായി സംസാരിക്കാം. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം, എൻ്റെ അരോമ TV ഇങ്ങനെ ഒരു അവസരം എനിക്ക് സാക്ഷ്യം പറയുവാൻ ഒരുക്കി തന്ന അരോമ TVക്കും പാസ്റ്ററിനും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. അനേകവര് സാക്ഷ്യം ഉണ്ടെങ്കിലും അവർക്ക് പുറത്തു പോയി പറയാനോ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് പറയാനോ മറ്റുള്ളവരുടെ അടുത്ത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അറിയിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അനേകവരായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അതിൽ ഇപ്രകാരം ഒരു അരോമ TV നമുക്ക് സാക്ഷ്യത്തിനായി വേർതിരിച്ചു തന്ന പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അനേകർക്ക് ഇത് അനുഗ്രഹമായി. അപ്പൊ അനേകരുടെ സാക്ഷ്യം ഞാൻ ഇതിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമായി. കാരണം ഒത്തിരി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. വലിയ സഭകൾ കൊച്ചു സഭയിലാകുമ്പോഴത്തേക്ക് ഒത്തിരി കുറച്ച് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും. വലിയ സഭയിലാകുമ്പോൾ അത്രയ്ക്കും നമുക്ക് അതിന് കഴിയത്തില്ല. കാരണം സമയപരിധി ഉണ്ടല്ലോ അതിനൊക്കെ, അതുകൊണ്ട് കഴിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു സന്തോഷവും ദൈവനാമത്തിന് എങ്ങനെ മഹത്വപ്പെടുത്തുമ്പോഴുള്ള ആ ഒരു ആത്മീയ സന്തോഷമുണ്ട്. അത് അനുഭവിക്കാൻ എല്ലാരെയും സഹായിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എനിക്ക് 3 മക്കളാണ്. അപ്പോ അവര് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതും പ്രയോജനപ്പെടുന്നതും കണ്ട് ഏറെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞു എൻ്റെ കുഞ്ഞുനാളിലുള്ള സ്കൂളിലെ വിദ്യാഭ്യാസം അല്ല, കുഞ്ഞുനാളിലത്തെ കഥയാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് യേശുവിനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഡിസംബറിൽ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ യേശുവിനെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ താമസിച്ച അടുത്ത്, ഞങ്ങൾ മണക്കാട് കുര്യാത്തിയാണ് താമസിച്ചത്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്താണ് എൻ്റെ വീട്, സ്വന്തം ഭവനം. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പള്ളിയോ ചർച്ചോ ഒന്നും ഇല്ല. അവിടെ ഉള്ളവരെല്ലാം ഹൈന്ദവ രീതിയിലുള്ളവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവാനോ ഒന്നും എനിക്ക് ഇടയായിട്ടില്ല. അങ്ങനെ എൻ്റെ ഞാൻ കളിച്ചു വളർന്ന സമയം ഒത്തിരി കൂട്ടുകാരുണ്ട്. സ്കൂൾ ജീവിതത്തിലായാലും അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളെയൊന്നും കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ എൻ്റെ വിവാഹം ജീവിതം അറേഞ്ച് മാരേജ് ആയിരുന്നു. അതും ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വെള്ളനാട് ദേവക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബം പാരമ്പര്യത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെമ്പഴന്തിയിൽ അണിയൂർ ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തുനിന്നും എനിക്ക് ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ പറ്റി അറിയാനോ യേശുവിനെ പറ്റി അറിയാനോ എനിക്ക് സാധിച്ചില്ല. യേശു അറിയാം, പക്ഷെ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ
പിന്നെ അങ്കിളിന്റെ ഒരു മകള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ യേശുവിനാരോ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സഭയിൽ ഇങ്ങനെ വിദ്യാഭ്യാസ സഭയിൽ തന്നെ പോയി. അപ്പൊ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുമായിരുന്നു, ചേച്ചി ഇങ്ങനെ ഉണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടിട്ട് അതങ്ങ് ഫോണങ്ങ് വെക്കും. പിന്നെ എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ അതിൽ വേണം. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അതിന് അടുത്തൊരു ഉപദേശി ഉണ്ടായിരുന്നു. അവിടെ ഒരു ചർച്ച അടുത്തുണ്ടായിരുന്നു. അത് കാത്തലിക് എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല ഏതൊക്കെ. അപ്പൊ അവിടെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വൈഫും അവരുടെ മോളുമായിട്ട് ഞാൻ അടുക്ക ഇടയായി. അപ്പൊ അങ്ങനെ അവരോടുകൂടെ ഞാൻ ആ ചർച്ചിൽ ഇത്തിരി പോയി. അപ്പം കുറച്ച് അസമാധാന കുടുംബമല്ലേ, അപ്പൊ കുറച്ച് അമ്മായിമ്മയ്ക്കും നാത്തുമക്കളുടെ അടുത്ത് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒത്തിരി സമാധാനക്കേടൊക്കെ വന്നപ്പോ ഞാൻ അവിടെ പോയിരിക്കും. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പിന്നെ അവിടെ പോയി ഇരുന്ന് വചനം അവർ കുറെ പറയുന്ന വചനമൊക്കെ കേൾക്കും. അങ്ങനെ അതിലൊരു സമാധാനം പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞും പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും പോവാനോ അറിയാനോ കഴിഞ്ഞിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞങ്ങള് പിന്നെ അവിടെ താമസിച്ച വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോയി, ഗൾഫിൽ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്ന, എൻ്റെ വീട്ടിലായിരുന്നു താമസം. അപ്പൊ അവിടെ നിന്ന് ആ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ റെന്റിന് വീടെടുത്തു. ഹസ്ബൻഡ് റെന്റിന് വീടാക്കിയിട്ട് അവിടെ വന്ന് താമസിച്ചു, സിറ്റിക്കകത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ യേശുവിനെ പറ്റിയൊക്കെ ഒത്തിരി, ഇത് നമ്മളെ അടുത്ത കുടുംബം തന്നെ കാത്തലിക് കുടുംബങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ അവിടെ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ വെക്കുമ്പോൾ വന്നിരിക്കാൻ പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അവര് സ്വർഗസ്ഥനായ പിതാവേ എന്റെ രാജ്യം വരണമേ, അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഞാൻ അവരോടത്ത് കൂടെ ഇരുന്ന് പറയും, എനിക്ക് അറിയത്തില്ല, കൂടെ ഇരുന്ന് പറയും. പിറ്റേ ദിവസം ഞാൻ അമ്പലത്തിൽ പോകും. ഞാൻ ഇത് അമ്പലം വിടത്തില്ല, അങ്ങനെ അമ്പലത്തിൽ പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഹസ്ബൻഡ് ഗൾഫിലായ സമയത്ത് 3 കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. 8-ലൊക്കെ പഠിക്കുന്ന സമയം, 5-ലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് 8ാം സ്റ്റാൻഡേർഡും ബസ് സ്റ്റാൻഡേർഡൊക്കെ എത്തുന്നൊരു അമ്മ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് 2 വർഷം 3 വർഷം കൂടുമ്പോൾ വരും. അപ്പൊ അമ്മയായിരുന്നു ഞങ്ങൾക്കെല്ലാം. അപ്പൊ എനിക്ക് പിന്നെ ഒത്തിരി കാര്യങ്ങൾ കുടുംബമായെങ്കിലും അതിൻ്റെ കുടുംബത്തിന് ഉള്ള പഠിച്ച ആ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അമ്മയാണ് എല്ലാം ചെയ്ത് നോക്കി നടത്തുന്നതൊക്കെയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് ഒരു മരണശൈലിയിലേക്ക് കടന്നു വന്നു. അപ്പൊ അമ്മയുടെ മരണം എനിക്ക് താങ്ങാൻ പറ്റാതായി. പക്ഷെ അതിൽ ഞാൻ ഒത്തിരി ദിവസങ്ങൾ എടുത്തു അതിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ ഈ യേശുവിന്റെ കാര്യം അറിഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി യേശു ജീവിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ കൊച്ചുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാന് രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എവിടെ പോണോന്ന് പറഞ്ഞ അപ്പൊ പോസ്റ്റർ കണ്ടായിരുന്നു, സുരേഷ് ബാബു എന്നുള്ള ഒരു പോസ്റ്റർ കണ്ടായിരുന്നു. അപ്പൊ ആ പോസ്റ്റർ കണ്ട് ഞാൻ ഒരു ഓട്ടോ പിടിച്ചു പോയി. പക്ഷെ അന്ന് ഏജ് ഹാളിലായിരുന്നു. അന്ന് എനിക്ക് ഏജ് ഹാൾ അറിയത്തില്ലായിരുന്നു. ഞാൻ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഏജ് ഹാളിൽ ഒരു ഓട്ടോക്കാരനെ വിളിച്ചു പോയി. 2 ദിവസം തിരക്കി പോയിട്ടും കണ്ടില്ല അത്. പിന്നീട് ഒരു ദിവസം എനിക്ക് ആ സ്ഥലം കണ്ടുമുട്ടി. ഞാൻ അവിടേക്ക് പോയി പ്രാർത്ഥിച്ചു. എന്തെന്നുള്ള അല്ലാത്തൊരു സമാധാനം എനിക്കുണ്ടായി. അമ്മയുടെ ആ മരണത്തിൽ നിന്ന് ഞാൻ അപ്പോഴാ പുറത്തു വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ കൊടുത്തു വണങ്ങിയിരുന്ന ദൈവങ്ങൾക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഉള്ള ഒരു ആ മനസ്സിൽ. അപ്പൊ ഈ ദൈവത്തിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് സമാധാനം ഉണ്ടായി. ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു വിശ്വാസം വന്നു തുടങ്ങി. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഭഗവത്ഗീത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ, ഈ ബൈബിളിലെ അക്ഷരങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് വായിക്കാൻ അറിയത്തില്ല. എന്നാലും പറക്കിക്കുട്ടിയൊക്കെ വെച്ച് വായിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എളുപ്പം കണ്ണ് കാണാതെ ആ സ്ഥാപനത്തിൽ ഇരുന്നതിലേക്ക് അല്പം നേരം കണ്ണ് കണ്ടുകൂടെയായിരുന്നു ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ. അങ്ങനെ ഒത്തിരി ഇതിലൂടെയൊക്കെ പോയി. പിന്നെ അതിൽ നിന്നൊക്കെ കുറേശ്ശെ വിടുന്നു. പക്ഷെ എന്തെന്നില്ലാത്ത എനിക്കൊരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം 2007 ഒരു ദിവസം ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോഴും 41 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു അവിടെ. അപ്പോ പിന്നെ ഞങ്ങൾക്ക് അന്ന് സൺഡേ ചർച്ച് വന്നിട്ടില്ല, ചൊവ്വാഴ്ചയൊക്കെ ആയിരുന്നു. അപ്പൊ അന്നേരം ഞാൻ അവിടെ ഞാൻ ഈ 41 ദിവസം ഉപവസിക്കാൻ വേണ്ടി പോയി. അപ്പൊ എനിക്കറിയത്തില്ല, ഞാൻ സ്നാനപ്പെട്ടില്ല. അപ്പൊ ഉപവാസം എടുത്തുവിടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എടുത്തു. പക്ഷെ അതിന്റെ പകുതി വെച്ച് തന്നെ ഞാൻ ആ ഉപവാസം തീരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരും പറയാതെ ഒരു ദിവസം സ്നാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഓഫീസ് PMGയിലുണ്ട്. അപ്പൊ അവിടെ പോയി ഞാൻ ആരും അറിയാതെ ഡ്രസ്സൊക്കെ ഒളിച്ചു വെച്ച് കൊണ്ടുപോയി സ്നാനപ്പെട്ടു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ സ്നാനപ്പെട്ട കാര്യം അടുത്ത് ഞങ്ങൾ റെന്റിനാണ് താമസിച്ചിരുന്നത്. അപ്പൊ റെന്റിനുള്ളവര് അവിടെ ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞു. അപ്പൊ അവര് കത്തോലിക്കക്കാരാ. അപ്പൊ അവര് സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവര് തന്നെ
പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു ഇവരെല്ലാരും പോയി മാമുദൂസ മുക്കി എന്ന് പറഞ്ഞു. അവര് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു അവരെല്ലാരും പോയി മാമുദൂസ മുക്കി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഹസ്ബൻഡ് അവിടുന്ന് എൻ്റെ അടുത്ത് റെന്റിന് ക്യാഷ് തരാതെയായി, അയച്ചു തരാതെയായി. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ അവരവിടുന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിക്കോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനും 3 മക്കളും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ വാടക കൊടുക്കാതെ തന്നെ 3 മാസം താമസിച്ചു. അപ്പോഴെനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു മുറിയിൽ ഇങ്ങനെ കരയുമായിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ കരയും, എന്ത് ചെയ്യും കർത്താവേ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. പക്ഷെ 3 മാസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് സിമ്മും ഒടിച്ചു കളഞ്ഞു, കാശ് അയച്ചു തരത്തില്ല. എൻ്റെ ചേച്ചിയുടെ വീട്ടിലുള്ളവർ വിളിക്കും, അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇനി മേലെ അവളെ വിളിച്ചു പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെയും വിളക്കിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളൊന്നും വിളിക്കേണ്ട, സഹായിക്കും വേണ്ട എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു. എന്നാൽ അവരിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴാണോ ഒരു കത്തോലിക് കുടുംബം അവര് ആണ് അറിയിച്ചത്. പക്ഷെ എൻ്റെ ദൈവം കാക്കയെ കൊണ്ട് കാക്കയെ കൊണ്ട് ഭക്തനെ പോറ്റിയ എൻ്റെ ദൈവം ഈ പറഞ്ഞ വ്യക്തിയിലൂടെ തന്നെ അന്ന് രാത്രിയായപ്പോ അവര് വന്ന് കൗ തൊട്ടിയപ്പോ 12 മണി കഴിയും. കൗ തൊട്ടിയപ്പോ ഞാൻ കൗ തുറന്നു. അപ്പൊ ഞാൻ ഉറങ്ങിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ കരയുന്നത് ഗീത ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഒന്നും ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല, അങ്ങനെ കണ്ണില് പൊടിയൊക്കെ അങ്ങനെ ഞാൻ കരഞ്ഞത് ഇതാ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ആരോ എനിക്ക് ഞങ്ങളെ ബന്ധുക്കൾ മരിച്ചുപോയി, അവർ കാറ്ററിംഗ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു അതിന്റെ പാർട്ട്ണർ ഇതായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അവരവിടെ നിന്ന് കുറെ ഭക്ഷണം, അപ്പൊ ഞങ്ങൾക്ക് ആരത്തിന് പോലും നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഞാൻ അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യും, നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോണം, എന്ത് ചെയ്യും, എന്ത് കൊടുത്തു വിടും എന്നുള്ള രീതിയിൽ അതൊക്കെയാണ് ഞാൻ കരഞ്ഞു കൊണ്ടിരുന്നത് റൂമിൽ. അപ്പൊ അവര് കുറെ വെച്ച സാധനങ്ങള്, വെക്കാത്ത സാധനങ്ങള്, മാവ്, അരി, എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ആ കോഴിക്കുട്ടിയിൽ കടന്നിട്ട് കോഴിക്കുട്ടിയിൽ തേങ്ങകൾ നിറച്ചിട്ടിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് ഈ കോഴിക്കുട്ടിയിൽ നിന്ന് കുറച്ച് തേങ്ങ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു 5 തേങ്ങ എടുത്തു. അപ്പൊ അവരെല്ലാം 10-15 തേങ്ങ എടുത്തിട്ട് എനിക്ക് 2 മാസം വരെ അവർ തന്ന സാധനങ്ങൾ 2 മാസം വരെ ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തിന് ഓർത്തു, നമ്മുടെ ഒരു കരച്ചിൽ നമുക്ക് പ്രാർത്ഥിക്കാറില്ല, പക്ഷെ എവിടെയാണോ കണ്ണീരുള്ളത് അപ്പൻ്റെ അടുത്ത് ഞാൻ അപ്പനെ വിശ്വസിച്ചിറങ്ങി. അപ്പനെ വിശ്വസിച്ച് അവനെ ഒരിക്കലും അപ്പം കൈവിടുകയില്ല. കൈവിടാത്ത ദൈവമാണെന്ന് വചനം പറയുന്നത്. ഞാൻ അമ്മ മറന്നാലും അപ്പം മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കയില്ല ഉപേക്ഷിക്കയില്ല എന്നറിഞ്ഞ് ദൈവമുണ്ട്. അപ്പൊ ആ ദൈവത്തെ അപ്പൊ ഒത്തിരി കൂടി ഞാൻ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങി. ദൈവം ആര് കരുതിയില്ലെങ്കിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചെങ്കിൽ വിളിച്ചവൻ കൈവിടുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് അതിൽ എന്റെ വിശ്വാസം ഒത്തിരി കൂടെ വർദ്ധിച്ചു. എന്നിട്ട് എനിക്ക് ഈ വീട്ടിൽ വിളിക്കുക, എന്നിട്ട് ഞാൻ ഒത്തിരി ലെറ്ററൊക്കെ അയച്ചിട്ട് ലെറ്ററൊന്നും പുള്ളിക്കാരൻ നോക്കത്തൊന്നുമില്ല, മറുപടി ഇല്ല, ക്യാഷ് ഇല്ല, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിരുന്നു. ഇത് എനിക്ക് ചർച്ചിൽ ഒരു ബ്രദറിന്റെ അടുത്ത് പോയി പറയാനും എന്നെ അഭിമാനം എന്നെ സമ്മതിച്ചില്ല. കാരണം എനിക്ക് ഒരു നാണക്കേടായിരുന്നു. അയ്യോ ഇങ്ങനെ പോയി പറയും, ഇതില്ല അതില്ല, ഇങ്ങനെ പോയി പറയും, ഇതെങ്ങനെയാ പറയുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അപ്പൊ മൂത്ത മോള് അത് കഴിഞ്ഞ് പഠിച്ചു, SLC കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. പിന്നെ മോക്ക് കോട്ടയം നിന്നാ പഠിച്ചുകൊണ്ടിരുന്ന മോള്. അപ്പൊ മോളടുത്ത് ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ വിളിച്ചിട്ട് അച്ഛൻ എടുക്കില്ല, കാര്യം ഒരു ലെറ്റർ എഴുതി ഇവിടെ വെച്ച് എഴുതിയിട്ട് ഞങ്ങളും മക്കളും കൂടെ കൈവച്ച് ആ ലെറ്ററിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നീ തന്നെ ഇതിന് മറുപടി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മോള് കോട്ടയത്ത് പോയിട്ട് ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു. അപ്പൊ അവിടുന്നാണ് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്. മോൾ അവിടെ നിന്ന് പഠിക്കുന്നെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ ആ ലെറ്റർ അന്ന് നിന്നിട്ടും പൊട്ടിക്കാതിട്ടിരുന്നു. ഒരു രാത്രി ആയപ്പം വെപ്രാളം വന്ന ആ ലെറ്റർ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് മോള് അമ്മയെ കുറ്റം പറയല്ല, അമ്മയെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക്. അപ്പൊ മോക്ക് ഇതിനിടയ്ക്ക് മോക്ക് ബ്ലീഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പ്രാർത്ഥന തന്നെയാണ്, ഒത്തിരി പ്രാർത്ഥനയൊക്കെ എനിക്ക് കിട്ടി, ഒത്തിരി പ്രാർത്ഥന കിട്ടി. അപ്പൊ അതിലൂടെയൊക്കെ സൗഖ്യം വന്ന് അങ്ങനെയൊക്കെ മോള് എഴുതിയിരുന്നു. അപ്പൊ ആ ലെറ്റർ കണ്ടപ്പോ പിന്നെ പുള്ളിക്കാരന് ഒരു മനസ്സാന്തരം വന്നു. പിന്നെ വേറെ ആ സിമ്മിൽ നിന്ന് തന്നെ അന്നാണ് വിളിച്ചു. പിന്നെ പുള്ളിക്കാരൻ വരത്തില്ലായിരുന്നു, ഗൾഫിൽ നിന്ന് വരത്തില്ല, ഞാൻ ഇനി അങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു, വരാതിരുന്നു. അങ്ങനെ അവിടെ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോള് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഇയറായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോളുടെ കണ്ണിൽ എന്തോ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്തോന്നോ പറഞ്ഞൊരു അസുഖം ബാധിച്ചു. കണ്ണിന്റെ കാഴ്ചയില്ലാതെ മോക്ക്. അപ്പൊ എനിക്കറിയത്തില്ല. അപ്പം ഡോക്ടറൊക്കെ അവിടെ വിളിച്ച് ചോദിച്ചു, പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ചിക്കൻ ബോക്സ് ഒന്നും ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും, പക്ഷെ ഇത് ഇപ്പൊ ഈ കുട്ടിക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല, 1000-ൽ ഒരാൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു.
അന്നേരം ഹോസ്പിറ്റലിൽ ഞാൻ അപ്പൊ എന്നെ വിളിച്ച അപ്പൊ ഇവിടെ എനിക്ക് അറിയത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അമ്മ വിഷമിക്കുന്നു പറയാതെ ഒരു സെല്ല് പോലത്തെ ഒരു റൂമിലാണ് മോളെ അടച്ചിട്ടിരുന്നത്. എന്ന് വെച്ചാൽ പഹരെന്ന് പറഞ്ഞിട്ട് പഹരൊച്ചയാണിത്. എന്നിട്ട് അവർക്ക് തുറന്നിട്ട് ആഹാരം കൊടുക്കുമായിരുന്നു. അങ്ങനെ 2-3 ദിവസമായപ്പോ എന്നെ വീട്ടിൽ അറിയിച്ച് അവർക്ക് ഇങ്ങനെ കണ്ണ് സുഖമില്ല. അപ്പൊ എനിക്ക് ഈ വലിയ കാര്യമൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ ട്രെയിനിലാണ് പോയത്. അന്ന് ഇങ്ങനെയെന്ന് അറിഞ്ഞ് ഞാൻ കാറ് പിടിച്ച് പോകുമായിരുന്നു റെന്റിന്. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ അറിയത്തില്ല. ട്രെയിനിൽ അങ്ങ് പോയപ്പോഴത്തേക്ക് മോള് ഇങ്ങനെ ഇരുന്ന അവസ്ഥ. അപ്പൊ എന്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയി. കർത്താവേ എന്താ ഇതെന്ന് ഞാൻ എന്ന് ഞാൻ ചോദിച്ചു പോയി. എന്നിട്ട് അവിടുന്ന് ഞാൻ ട്രെയിനിൽ കയറ്റി തന്നെ അവർക്ക് ഇരിക്കാൻ വയ്യ. അവിടെ ഒരു ദിവസം രാത്രി കുറെ പെയിൻ കില്ലർ വാരി കഴിച്ചു. എന്നിട്ട് ഉറക്കം വരില്ല. അങ്ങനെ ഞാൻ വല്ലതും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത്, ഇത് പിന്നെ അങ്ങനെ വന്ന ഡോക്ടർക്ക് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ, ഇത് പകർന്നതാണ്, കുട്ടികളുണ്ടെങ്കിൽ മാറ്റി പാർപ്പിക്കണം, 1000-ൽ ഒരാൾക്ക് വരണ അസുഖമാണ്. അപ്പൊ മോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോള് പറഞ്ഞ, മമ്മി ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞു, അതാണ് എനിക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാതെ അപ്പൊ ഞാൻ ഓർത്തുന്ന മക്കളെ, ഞാന് എൻ്റെ 3 മക്കളെയും കൊണ്ട് വന്നപ്പോ കണ്ണിന് കാഴ്ചയും ആരോഗ്യത്തോടെ, ഞാനൊരു രോഗത്തിൽ ആയിരുന്നിട്ട് വന്നതോ അല്ലെങ്കിൽ വേറെ എന്തിനായിട്ട് വന്നതോ അല്ല. ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ചു, വചനം കേട്ടു വിശ്വസിച്ചു, ഇതാണ് സത്യദൈവമെന്ന് ആ ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നത്. അപ്പോ ഞാൻ കൊണ്ടുവന്നത് എൻ്റെ മക്കൾക്ക് ഒരു കുറവ് ഗുണം ഇല്ലാത്തയാ. അപ്പൊ അങ്ങനെയുള്ള ഇത് ഇനി എൻ്റെ ദൈവം ഗുണം തരത്തില്ല. അപ്പൊ നിനക്ക് കണ്ണിന് കാഴ്ച ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചൈതന്യ ഹോസ്പിറ്റലിൽ കൊണ്ടിപ്പോ അവര് വന്ന് കണ്ണിന് കാഴ്ച കിട്ടത്തില്ല, ലെൻസിനകത്താ ഇത് വന്നത്, നെർവിലാ ബാധിച്ചിരിക്കുന്നത്, കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഒരു മരുന്ന് ഒഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലെൻസ് വെക്കണം, മരുന്നൊഴിക്കണം, ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ മരുന്നൊഴിച്ചു. അപ്പൊ മോള് പറഞ്ഞു, മോക്ക് ഇത് പഠിച്ചോണ്ടിരിക്കുന്നത് മോക്ക് അറിയാം. അപ്പൊ മോള് പറഞ്ഞു, മമ്മി ഇതൊഴിച്ച അവസാനം വരെ വെക്കുന്ന, ലെൻസ് വെച്ചാലേ അവസാനം വരെ കാഴ്ചയും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിക്ക് സമയമുണ്ട് നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പിന്നെ വേറെ വ്യാസൻ എന്ന് പറയുന്ന ഒരു കണ്ണാശുപത്രി പോയി. അവിടെയും പോയപ്പെടുത്തി ആ ഡോക്ടറും അത് തന്നെ, ആ ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നപ്പോ ഈ കണ്ണിനകത്ത് കൃഷ്ണമണിക്ക് അത്രയും ഗുരുഗുരായിരിക്കുന്നു. അപ്പം കാണിച്ചിരുന്നു. അപ്പൊ കാഴ്ചയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യും, ഇപ്പൊ എല്ലാരും കൂടെ എന്നെ ഒന്ന് കൊല്ലുവേ ഉള്ളൂ ഇതറിഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് ഭയങ്കര വൊമൈറ്റിങ്ങും പെയിനും കൊണ്ട് ഉച്ചയോടൊന്ന് പൊളഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരവിടെ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ നിൽക്കുന്നില്ല. അപ്പൊ 2 ദിവസം 3 ദിവസം ആയപ്പോ അവർ പറഞ്ഞു, ഇന്ന് 6:30 മണി വരെ. അപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ട് അവർ 6:30 മണി വരെ ഈ കൊച്ചിനെ വയറ്റി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ റെഫർ ചെയ്തോളാം, വീട്ടിൽ വിട്ടോളാം പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അത് എൻ്റെ മോളും കേട്ട്. അപ്പം മോൾ എൻ്റെ അടുത്ത് നിന്ന്, മമ്മി ആ ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, ഇനി രക്ഷയില്ലെന്നാ പറഞ്ഞത്. അപ്പോ എൻ്റെ അച്ഛൻ രക്ഷിക്കപ്പെട്ട് വന്നിട്ടില്ല, ഞാൻ മരിച്ചാ ഞാൻ സ്വർഗത്ത് പോകുമോ നരകത്ത് പോകുമോ മമ്മി എന്ന് എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചു. പക്ഷെ പരിസരം മറന്ന് ഞാൻ എന്നെ ബായിയുള്ള ഒരു മോളും കൂടെ ഹോസ്പിറ്റലിൽ നോക്കിയില്ല. അന്ന് പരിസരം പറഞ്ഞു. അന്ന് ഞങ്ങൾ അവിടെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ അന്നേരം തന്നെ ബ്രദറിന്റെ അടുത്ത് ഒത്തിരി ആളുകൾ മെസ്സേജ് ഇട്ടു. അങ്ങനെ ബ്രദർ എവിടെയും ദേശത്തോ ദൂരെ എവിടെയോ ശുശ്രൂഷയിലായിരുന്നു. അപ്പൊ തന്നെ ബ്രദർ ഇറങ്ങി വന്നു. ആ ഫോൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഗസ്റ്റിനെ ഭയപ്പെടണ്ട, ഇത് രോഗമല്ല, ഇത് പിശാച് കൊണ്ടിട്ടത്, അത് രോഗമല്ല, ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന. അങ്ങനെ ഒത്തിരി ധൈര്യപ്പെടുത്തി, അതിലെനിക്ക് ബലം വന്നു, ധൈര്യം വന്നു. ആ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ധൈര്യം കിട്ടി, ദൈവം വിടുവിക്കുമെന്നുള്ള പ്രത്യാശ എനിക്കുണ്ടായി. ഉടനെ ഞാൻ എൻ്റെ കൊച്ചുമക്കളും കൂടെ മുട്ടുമേൽ നിന്ന് ഹോസ്പിറ്റൽ പരിസരം നോക്കിയില്ല. പക്ഷെ ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല, അവരാരും പരാതി പറഞ്ഞില്ല. അവിടെ ഉറച്ചു നിലവിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത്രേ ഉള്ളൂ, ദൈവമേ ഇപ്പോ എൻ്റെ മകളുടെ ജീവൻ എടുക്കണമെങ്കിൽ ഞങ്ങളെ 4 പേരുടെ ജീവൻ ഇപ്പൊ നീ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മോളെ ജീവൻ തിരിച്ചു തരണം എന്നൊറ്റ പ്രാർത്ഥന. കാരണം വെച്ചാൽ അങ്ങ് പോയിരിക്കയില്ലേ. അപ്പൊ ഇനി പറ്റത്തില്ല, ഞങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങൾ 4 പേരുടെ ജീവൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ മോളുടെ വൊമൈറ്റിംഗ് നിന്ന്, അതുപോലെ വേദനയും നിന്നു. സ്തോത്രം. അങ്ങനെ 6:30 മണിയായപ്പോ 6:30 മണി ഡോക്ടർ സമയമാണ്.
ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് 6:30 മണിയാ, ഇനി ഡോക്ടറുടെ സമയം തീർന്നു, ഇനി എന്റെ ദൈവത്തിന്റെ സമയമാണ്, ഞാൻ എന്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ അവരൊത്തിരി പറഞ്ഞു, നിങ്ങളൊരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞ സമയം ഇത്രയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ട്, അവര് ഒരിക്കലും വിടത്തില്ല. അങ്ങനെയായിരുന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ഡോക്ടർ ഒന്ന് എഴുതി വെച്ച് അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞ്, ഞങ്ങൾക്കൊരു ഇതില്ല, എഴുതി വെച്ച് കൊണ്ടുപോകാൻ. ഞാൻ എഴുതി വെച്ച് എന്റെ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു പായ ഇട്ടിട്ട് ആ സൈഡിൽ ഒരു തറയിൽ ഒരു പായ ഇട്ട് അവിടെയായിരുന്നു എന്റെ പ്രാർത്ഥന. രാവും പകലും പ്രാർത്ഥനയാണ്. വീട്ടിൽ ഭക്ഷണം വെക്കാറില്ല. ഒരു അടുത്തൊരു ഹോട്ടലിൽ പോയി 2 പിള്ളേർക്കുള്ള ഭക്ഷണം കൊടുക്കും. മോള് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അവർക്ക് എന്തെങ്കിലും വെക്കും. പക്ഷെ ഡോക്ടർ പറഞ്ഞ് വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ മാറ്റി പാർപ്പിക്കുന്നത്. പക്ഷെ എന്റെ മക്കളെ ഞാൻ മാറ്റി പാർപ്പിക്കാൻ എന്റെ ബന്ധുക്കളോ ഹസ്ബൻഡിന്റെ ബന്ധുക്കളോ എന്റെ ബന്ധുക്കളോ ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഞങ്ങളെ അടുത്ത് ഒരു ഇതുമില്ലായിരുന്നു, ഞങ്ങൾ തള്ളിയതുപോലെ ആയി. അപ്പൊ എനിക്ക് ഒരിടത്തും മക്കളെ കൊണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു വചനം എടുത്ത് ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു, ദൈവമക്കൾക്ക് പകർച്ചവ്യാധികൾ ഒന്നും തന്നെ ബാധിക്കയില്ലെന്ന്. അതിൽ ഞാൻ ആ ഉറച്ച ആ വിശ്വാസത്തെ ഞാൻ കൈപിടിച്ചു, ആ വിശ്വാസത്തെ എടുത്തു. ആ പകർച്ചവ്യാധി എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ മക്കൾക്കൊന്നും ആ പകർച്ചവ്യാധി ഉണ്ടായിട്ടില്ല, സ്തോത്രം, വന്നിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ വീണ്ടും ഇടയ്ക്ക് പോയിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഈ ലെൻസ് വെക്കുകയോ മരുന്നൊഴിക്കുകയോ ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന്. അങ്ങനെ ഞങ്ങളെ സഭയിൽ വന്ന ഒരു കുടുംബം, അപ്പൊ ഞാൻ സഭയിൽ എല്ലാവരും വന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്, 1000-ലേക്ക് വരണതാണ്, എല്ലാവർക്കും പകരുമെന്ന്, അതുകൊണ്ട് നിങ്ങൾ ആരും പ്രാർത്ഥിക്കാൻ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സഭയിലുള്ള ഒരു സിസ്റ്റർ ഒരു മോള്, ആ മോള് സിസ്റ്റർ ഇന്ന് രാത്രി ആകുമ്പോൾ അവർ ഓഫീസ് അവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഓഫീസിൽ പോയിട്ട് വീട്ടിൽ ഭവനത്തിൽ വരുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കെയറുണ്ട, ഇങ്ങനെ പറഞ്ഞതില്ല, അതിന് ഞാൻ ആരെയും വരണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഗീത സിസ്റ്ററിന്റെ മക്കളും ഇരിക്കുന്നതോന്ന് ചോദിച്ചു, അവർക്ക് വരത്തില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ വചനം പറഞ്ഞ ദൈവ മക്കൾക്ക് ഇതൊന്നും ഭരിക്കയില്ലെന്ന്, ഈ പകർച്ചവ്യാധി ദൈവ മക്കൾക്ക് ഉള്ളതല്ലെന്നല്ലേ, അതിൽ വിശ്വസിച്ച് മാത്രം, ആ വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഗീസസിന് ഇത്രയും വിശ്വാസമുണ്ടെങ്കിൽ എനിക്കും ആ വിശ്വാസമുണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവര് എന്നും ദിവസവും ഒരാഴ്ച മൊത്തം ദിവസവും വന്ന് ഞങ്ങളെ നോക്കുകയും ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവം അവിടെ ദൈവം അവരെ ഞങ്ങൾക്കായിട്ട് കരുതി. ആ സിസ്റ്റർക്ക് വേണ്ടി ഇന്നും ഞാൻ ദൈവത്തിന്റെ മുമ്പായി ഇരിക്കുമ്പോൾ ഇന്നും ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരെ ദൈവം ധാരാളമായി തലമുറകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു മകള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രേയറിന് പോയി തുടങ്ങിയപ്പോൾ മോക്ക് കുറച്ച് വേദനയും വൊമിറ്റിംഗ് പോയല്ലോ. അപ്പൊ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറിന് വേദന ഒരിക്കലും പോകില്ല, വേദന ഈ രോഗം ഇത് മാറിയാലും എത്ര മാസം വരെ ഈ പെയിന് നിൽക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പോലും വിശ്വസിച്ചില്ല പെയിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആ മരുന്നൊന്നും കഴിച്ചില്ല. പിന്നെ ഈ മരുന്നിനെ എടുത്ത് അപ്പം പ്രാർത്ഥിക്കാൻ പോയി. അന്ന് ഇതുപോലെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ദൈവാസം വന്നവൻ പറഞ്ഞ്, പിന്നെ ഫ്രണ്ടിലോട്ട് ഈ സിസ്റ്റർ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞ്. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ ജയിച്ചില്ലെങ്കിൽ പിന്നെ നീ എവിടെ ജയിക്കുമെന്ന് പറഞ്ഞ്, ഇത് നിന്നെ ക്രിസ്തു വെളിപ്പെടുന്നെന്ന് പറഞ്ഞ് ആ ഒരു അഭിഷേകം അപ്പോഴൊത്തിരി കൂടെ എനിക്ക് ധൈര്യം ഉണ്ടായി. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോളെ, അപ്പൊ മോള് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നത് തന്നെ അതിന്റെ ബാക്കി ഞങ്ങളും കഴിച്ചു. പക്ഷെ ഞങ്ങൾ അതിന്റെ ബാക്കി കഴിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു രോഗവും പകർച്ചവ്യാധി ഞങ്ങൾക്ക് വന്നില്ല. അങ്ങനെ ഞങ്ങള് പിന്നെ ഈ മോള് 2-3 ദിവസം കഴിയുമ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വചനം പറഞ്ഞല്ലോ, ദൈവാസന്റെ ദൈവം പറഞ്ഞതല്ലേ, അപ്പൊ ദൈവത്തിന്റെ വചന ശക്തി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് രാവിലെ മോള് കഴുകിയിട്ട് മകളെ വചനം എടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. മമ്മി എനിക്ക് കണ്ണുകൊണ്ടിടാതിരിക്കുന്ന ഞാൻ എങ്ങനെയാ വചനം വായിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, നീ മുഖം കഴുകി ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവള് മുഖം കഴുകിയിട്ട് വന്നിട്ട് വചനം എടുത്ത് നോക്കിയപ്പോൾ മാർക്ക് കണ്ണ് കാണാം, കണ്ണിന് കാഴ്ച ലഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് തന്നെ ഞങ്ങൾ ഈ മരുന്നൊക്കെ എടുത്ത് അങ്ങ് പുറത്തിറങ്ങി. പിന്നെ മരുന്നിന്റെ ആവശ്യമില്ല. എന്റെ ദൈവം സൗഖ്യമാക്കിയാൽ അത് നിത്യമാണ്, ആ സൗഖ്യത്തിന് ഒരു മാറ്റവും വരത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് കഴിച്ച് അങ്ങനെ മകൾക്ക് അങ്ങനെ ആ സൗഖ്യം ലഭിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാന് പിന്നീട് ഹസ്ബൻഡ് വീട്ടിൽ ഭവനത്തിൽ വരാനിടയായി. വരണമെന്ന് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞ് വരണാളെ 1.5 വർഷമൊക്കെ ആകും. പക്ഷെ 3 വർഷമായപ്പം വീട്ടില് വരണം. അപ്പൊ ഇത് ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ ആ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്ന വാസന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഇട്ടിരിക്കുന്നത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ അളിയന എന്തോ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്ത. അപ്പൊ ഞങ്ങൾക്ക് പണ്ട് വന്നിട്ടുണ്ട്, അറിയാം. പക്ഷെ എനിക്ക് അവരെ അറിയത്തില്ല, ആ ഡോക്ടർ അറിയാം, ആ ഡോക്ടറിനെ എന്നെ അറിയാം. അപ്പൊ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നറിയാമോ, ഇവരെ വിളിച്ചു പറഞ്ഞിട്ട് ഗൾഫിൽ അറിയിച്ചു, നോക്ക് ഇങ്ങനെയാണെന്നുള്ളത്.
അപ്പൊ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ മോളുടെ കാര്യം പറഞ്ഞില്ല, കാരണം ഒളിച്ചു വെച്ച്, കാരണം എന്തായിത്തീരുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒളിച്ചു വെച്ച്. പുള്ളിക്കാരനെല്ലാം അറിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും വിളിക്കാൻ വേണ്ട, ഞാൻ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പിന്നെ നെഞ്ചിടിയായി. കാരണം ഇനി വന്നാൽ എന്നെ കൊല്ലും എന്നുള്ള എനിക്ക് ഉറപ്പാ. മക്കളൊന്നും ചെയ്യത്തില്ല, എന്നെ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ സ്നാനപ്പെട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മക്കൾ എന്റെ പിറകെ സ്നാനപ്പെട്ടു. അപ്പൊ അച്ഛൻ പോയപ്പോ മക്കള് ഹിന്ദു ആയിരുന്നു, വന്നപ്പോ ഇങ്ങനെയെന്ന് പറയുമ്പോ പുള്ളിക്കാരെ എന്നെ വെച്ചിരിക്കത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ എന്തായാലും എന്നെ ക്രോസ് ചെയ്യും എന്നുള്ളത് ഉറപ്പാ, മക്കളൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം നാട്ടിൽ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കും അതറിയാം. കാരണം അപ്പുറം ഇപ്പുറം ഉള്ളവർ ആ മതിലിന് ചുറ്റും വന്ന് ഇങ്ങനെ തല മാത്രം കാണായിരുന്നു എല്ലാവരും നിന്ന് പുള്ളിക്കാരൻ വന്നപ്പോ. കാരണം ഇവിടെ എന്ത് നടക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷെ അന്ന് ഞാനും ബ്രദറിന്റെ അടുത്ത് പോയി ഇന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ വരേണം ബ്രദറെ, എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. പക്ഷെ എയർപോർട്ടിൽ വന്നപ്പം തന്നെ പരിശുദ്ധാത്മാവ് എന്റെ ഭർത്താവിനെ തൊട്ടു. അങ്ങനെ പുള്ളിക്കാരൻ വീട്ടിൽ കടന്നു വന്ന് കഥവും ഇങ്ങനെ തുറന്നപ്പോ ഞാന് മുമ്പ് പോയില്ല, കാരണം എന്ത് വന്ന വേഗത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാന് റൂമിന്റെ ഒരു വാതിൽക്ക തന്നെ നിന്ന് എന്റെ മക്കളെല്ലാം കൂടെ 3 പേരും കൂടെ പോയി ഹസ്ബൻഡിന്റെ അച്ഛന്റെ കാലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. പിള്ളേര് നിലവിളിച്ച സ്നേഹം കൊണ്ടല്ല, എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, അച്ഛനെ ഭയന്നിട്ടാണ് മക്കളെല്ലാം കൂടെ കാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചത്. അപ്പം പിള്ളേരെല്ലാം കയ്യിലിങ്ങനെ പൊത്തിക്കൊണ്ട് പിന്നെ റൂമിൽ വന്ന് ചെയറിലിരുന്നു, ഒരു ഹാളില് ചെയറിലിരുന്നു. അന്നേരം ആ ചെയറിൽ ഇരുന്നെങ്കിൽ ആ റൂമിന്റെ വാതിൽക്കല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ അകത്ത് കയറിയില്ല, വാതിൽക്കൽ നിന്ന്. അപ്പൊ നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് ഒരു കട്ടിലിടന്ന അതിന്റെ പുറത്ത് കയറി ഇരുന്നപ്പോ അങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോ ഒരു വേർ പോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ചാരി കിടന്നിട്ട് പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരനെ ക്രിസ്ത്യൻ ഗാനമേ അറിയത്തില്ല. പുള്ളിക്കാരൻ ഒരു പാട്ട് പാടി, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് വായിന്ന് 4 വരി വന്ന്. എന്റെ മക്കൾ എന്തെന്നാ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നില്ല, ഇവർ അതിൽ കൂടെ അങ്ങ് പാടി കുറച്ച് കഴിഞ്ഞപ്പോ ഇത് നിങ്ങളുടെ പാട്ടായിരുന്നാ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ശബരിമലയിൽ പോകണം, എനിക്ക് പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് അപ്പുറത്തെ വിളയിൽ എറിഞ്ഞു. ഞങ്ങൾ കൊലുവൊക്കെ വെക്കുന്ന ഒരു ഹൈന്ദവത്തിലുള്ള, അപ്പൊ അതിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞു. ഒന്നുമില്ല വീട്ടിൽ, വിളക്ക ഒന്നുമില്ല, ഒരു സാധനമില്ല. അപ്പൊ ഇവിടെയൊക്കെ വന്ന് തപ്പി നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഇതെല്ലാം എടുത്ത് വാരിക്കളഞ്ഞു, എന്നെ ഒറ്റയാക്കി എന്നൊക്കെ കുറെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പൊ എന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, പിന്നെ ഞാൻ മടക്കി പോണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പം എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുമെന്നിട്ട് ആഹാരം ഉണ്ടാക്കി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഉണ്ടാക്കി കൊടുത്ത്. അപ്പം മടക്കി പോണ്. അപ്പൊ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാര്യത്തെ ഹസ്ബൻഡ് വീട്, അപ്പൊ അവിടെ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിന്ന് അവിടെ കെട്ടി അവിടുന്ന് തന്നെ അങ്ങ് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അടിയും ബഹളോട്ടാണ് വന്നത്. കാരണം അവിടെ പോയപ്പോ എല്ലാരും പറഞ്ഞു എല്ലാവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്, നിന്റെ ഭാര്യയും മക്കളും ആണ് വരാത്തത്. ഇതില് എല്ലാവരും എത്ര പേര് ഇവിടെ അടുത്തുള്ള എല്ലാവരും ക്രിസ്ത്യൻസ് ഒക്കെയാണ്, അവര് പോലും ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ എന്തോന്ന് ക്രിസ്ത്യൻ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ കേട്ടുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഭയങ്കര ബഹളവും അടിയും. ശരിക്കും ഒത്തിരി അടിയുണ്ട് ഞാൻ, ഒത്തിരി അടിയുണ്ട് ഞാൻ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പിന്നെ പോകുന്നത് വരെയും ബഹളവും അടിയും തന്നെയായിരുന്നു എനിക്ക്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എത്രയും പെട്ടെന്ന് എത്തി പോയാൽ മതി എന്നായിരിക്കും പ്രാർത്ഥന. എപ്പോഴും വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകണം എന്നുള്ള പ്രാർത്ഥനയായിരുന്നു പിന്നെ എനിക്ക്. കാരണം വെച്ചാൽ പിന്നെ വരുമ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ചർച്ചിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ അതുവരെ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങി കഴിയുമ്പോൾ പറയും പോണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് വീഴും, പിള്ളേർ ഡ്രസ്സ് വീഴാതെ തന്നെ നിൽക്കും. പിന്നീട് പിള്ളേരെ കരച്ചിൽ കണ്ടിട്ട് പിന്നീട് പറയും പൊയ്ക്കോന്ന് പറയും. അപ്പം പൊയ്ക്കോന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടറുണ്ട്, 2 പിള്ളേരെ എടുത്ത്, ഒരാൾ മുകളിൽ അവിടെ ഇല്ലേ, 2 പേരെ എടുത്ത് സ്കൂട്ടർ ഇരുത്തിയാ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറയും അത് എനിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല എന്ന് പറയും. അപ്പൊ എനിക്കൊരു മനസ്സിലേത് എന്നെ പോണ്ടെന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ചതല്ലേ. അപ്പൊ ഈ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് എന്നെ കാശ് വാങ്ങിച്ച് സ്വത്രക്കാരിക്ക് എഴുതണം, അതെന്റെ ഒരു ഭയങ്കര ഒരു നിശ്ചയമായിരുന്നു. അങ്ങനെ പിന്നെ നീ പിന്നെ എന്തിനാ പൈസ ഇല്ലാതെ കാശില്ലാതെ പോവാറിങ്ങിയത്? ഞാൻ പറഞ്ഞില്ല, കാശ് തരൂന്ന് വിചാരിച്ച ഇറങ്ങി. പിന്നെ തന്നപ്പോ പിന്നെ ഞാൻ ഇറങ്ങി. പിന്നെ ആ പൈസ കൊണ്ട് സ്വത്രം കഴിച്ചിടും. എന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ ഇത് ഇങ്ങനെ തന്ന പൈസ ഞാൻ സ്വത്രം കാഴ്ചയാണ്, എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ കുറെ ദിവസം പിന്നെ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് പാട്. പിന്നെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് എന്നെ ഞാനിവിടെ കയറണമെങ്കിൽ നീ വെളിയിൽ ഇറങ്ങി പോകണം, നീ ഈ വീട്ടിനകത്ത് പാടില്ല, ഈ വീട്ടിനകത്തുണ്ടെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗൊക്കെ അടുക്കി കുറയ്ക്കൊക്കെ വെച്ച് പിന്നീടൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പിള്ളേരെടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് അച്ഛൻ ഇറങ്ങി പോകും, ഞാൻ എന്നെ ഇറങ്ങാം, നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ നാണക്കേട്. ഞാനപ്പോൾ മെഡിക്കൽ കോളേജ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് കൊടുത്ത ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടേക്കടി നിറച്ച് ഡോക്ടേഴ്സും അവരൊരു ഒത്തിരി ഉള്ള ആൾക്കാരെ താമസിക്കും. എനിക്ക് ഈ വെളിയിൽ അടിച്ചിറങ്ങുമ്പോൾ എനിക്ക് നാണക്കേട്, വെളിയിൽ വന്നിരിക്കുക. എന്നിരുന്നാലും ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വെളിയിൽ പടിക്കകത്തേ വന്നിരുന്ന് രാത്രി 2 മണി വരെ പിള്ളേർ കരച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനല്ല, അച്ഛന് നിൽക്കുന്ന ഒരു പൈശാചിയാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ കരയണ്ട, കുറെ കഴിയുമ്പോൾ അച്ഛൻ തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് മക്കൾ അതിനകത്ത് പോയി. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി നിന്ന് രാത്രി 2-3 മണി ആയപ്പോൾ പുള്ളിക്കാർ. അപ്പൊ എനിക്ക് കാര്യം എന്ത് ചെയ്യണമെന്നല്ല, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണം ദൈവമേ, എന്തായാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഒരു സമാധാനം. എപ്പോഴും ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഒന്നീ വചനം തരും, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് തരും, ദൈവം കുളിപ്പിക്കുന്ന ഒരു പാട്ട് ദൈവം തരും. അപ്പൊ അത് വെച്ച് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ എന്നാൽ ആ വിഷമം അങ്ങ് പോയി ആ പാട്ടിലങ്ങ് പാടിക്കൊണ്ടിരുന്നു. എനിക്ക് അറിഞ്ഞൂടാത്ത വരികൾ എല്ലാം എനിക്ക് തരും, അത് എന്നെ പാടിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 3 മണിയായപ്പോൾ പുള്ളിക്കാരൻ വന്ന് കഥ തുറന്നിട്ട് വന്ന് എനിക്കൊരു വെപ്രാളം എടുക്കുന്നു, അതുകൊണ്ട് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് എന്നെ അടിച്ചിറക്കിയ ദൈവം കിടത്തത്തില്ലല്ലോ, എനിക്ക് കട്ടൻ ചായ ഇട്ട് തന്നു. അങ്ങനെ ഞാൻ ചായ ഇട്ട് കൊടുത്തപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ എന്നെ ഒത്തിരി അവാദം പറഞ്ഞ് അടിച്ചത്. അപ്പോഴും ഞാൻ കൊടുത്തിട്ട് വീശി പറഞ്ഞ് ഫാനൊക്കെ ഉണ്ടെന്നാലും വീശി കൊടുത്തോണ്ടിരുന്ന, ഞാൻ അന്യഭാഷ ഒന്ന് വീശി കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് നീ ഒന്നും മറുപടി പറയാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, ഒരു ഭാര്യ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, അത് നിന്നെ ഞാൻ പരീക്ഷിക്കാൻ ചെയ്തതല്ലേ എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി പിശാച പുള്ളിക്കാരനോട് പ്രവർത്തിച്ചതെന്ന്. എന്ന് വെച്ചാൽ ഞാനും കൂടെ അതിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അന്ന് എന്നെ അടിച്ചു കൊന്നവിടെ ഇടയുള്ളൂ. അത് അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ ദൈവം പിന്നെ വിജയിച്ചു കൊണ്ടുവന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നീട് വന്നപ്പോൾ പറഞ്ഞ്, നിന്നെ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു, മക്കളെ വേണമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സുകൾ വീട്ടുകാരെല്ലാവരും കൂടെ മക്കളെ അവന് കൊടുക്കണം. ഞാൻ പറഞ്ഞ മക്കളെ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല, വരണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒന്ന് ഉണ്ട്, പിന്നെ ഞാൻ എന്തായാലും ഇറങ്ങി. ഇനി ജീവിക്കണമെങ്കിൽ ദൈവത്തിന് തന്നെയാണ്. ഇനി എനിക്ക് 2 കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു. 2 കൽപ്പം ഇനി ഞാൻ പിന്നോട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ പേപ്പർ കൊടുക്കാനൊക്കെ പോയി ഞാനൊന്നും മിണ്ടിയില്ല. കൊടുക്കാൻ ആൾക്കാരോട്ടൊക്കെ സംസാരിച്ച് അവൻ കൊച്ചുങ്ങൾ അങ്ങ് കൊടുക്കണോ, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവർ വേണമെങ്കിൽ കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഒന്ന് തണുത്തിട്ട് പിന്നെ പറഞ്ഞ അത് അവള് ഒന്നിലും നിൽക്കൂല, അവള് ഒരു തീക്കനൽ വാരിയിട്ടിട്ട് പിന്നെ അതിൽ കൂടെ നീ ചതച്ച് പോവല്ലേ എന്ന് പറഞ്ഞാൽ അത് ചവിട്ടി വേണമെങ്കിലും പോകും. അങ്ങനെയാണ് ഞാനെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് മാറി. പിന്നെ ആ കൊടുക്കുന്നതൊക്കെ പോയി. പിന്നെ പുള്ളിക്കാരൻ അങ്ങ് ഗൾഫിലങ്ങ് പോയി. പിന്നെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് 3 പെൺമക്കളാണ്. എൻ്റെ ആൾക്കാരും എല്ലാവരും ഹസ്ബൻഡും എല്ലാവരും ചോദിച്ചു, നിനക്ക് 3 പെൺമക്കളാണ്, നല്ലൊരു ക്രിസ്ത്യാനി നിനക്ക് കിട്ടുമോ, നീ ബന്ധുക്കോസി വന്നിട്ട് നല്ലൊരു ക്രിസ്ത്യാനി കിട്ടുമോ, നല്ലൊരു ഹിന്ദുക്കളെ കിട്ടുമോ, അപ്പം ആരാ നീ നിന്റെ കൊച്ചുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കും. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഒരു ദിവസം പിന്നെ അവരുടെ കുഞ്ഞിനെ കൊണ്ട് പിന്നെ പോണ സമയത്ത് ഒരു ഹസ്ബൻഡ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഇവിടെ ഇങ്ങോട്ട് ഒരു ട്രേപ്പാളം കണ്ട്. അപ്പൊ ആ ട്രേപ്പാളം എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ്, ഈ മക്കളെയും കൊണ്ട് ഇനി എവിടെ പോകും, കാരണം ഹസ്ബൻഡ് ഇങ്ങനെ തള്ളിക്കളയാൻ നിൽക്കുകയില്ലേ, ഈ മക്കളെയും കൊണ്ട് എവിടെ പോകും, ദോ കിടക്കുന്ന ട്രേപ്പാളം അവിടെ കൊണ്ടുപോകാൻ, അതാ കടപ്പുറത്ത് കൊണ്ടുപോകുമെന്ന് എൻ്റെ വിശ്വാസം. ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ചോദിച്ചു, ഈ മക്കൾക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചത് ദൈവമല്ലേ, ഇനി 3 മക്കളുണ്ടെന്നറിയാം, ഇനി ഒരു ഭർത്താവ് ഉണ്ടെന്നും അറിയാം, അതുകൊണ്ട് ആ ദൈവം ഞങ്ങൾക്ക് കരുതും എന്ന് മാത്രമേ പറഞ്ഞു. പക്ഷെ ഇന്ന് പറഞ്ഞ ആ വ്യക്തി ഇഷ്ടംപോലെ സ്വത്ത് സമ്പത്തി ഉണ്ട് എങ്കിൽ തന്നെയും അവർക്ക് അസമാധാനവും അവരുടെ കുഞ്ഞുങ്ങളെ ഭാവിയും അവരും എല്ലാം ഇന്ന് ആ ദൈവത്തോട് ഞാൻ അവരോട് ക്ഷണിക്കപ്പച്ച എന്നാ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് എല്ലാവർക്കും എന്നെയോ എൻ്റെ കുടുംബത്തെയോ എന്തെങ്കിലും പറയാൻ ഭയമാണ്. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ അവിടെ അത് അവർ അനുഭവിച്ചിരിക്കും. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിടത്ത് എൻ്റെ കുട്ടികളെ 2 കല്യാണവും നടന്ന്, ഒരാളെ പിന്നെ ഒരു ശുശ്രൂഷ കുടുംബത്തിൽ തന്നെ പിന്നെ ഒരു ശുശ്രൂഷ നിൽക്കുന്ന ആ
പിന്നെ അനുജൻ ചേട്ടൻ തന്നെ വിവാഹം കഴിച്ച് വന്ന് നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ആ കുടുംബം മാത്രമേ രക്ഷയിലേക്ക് വന്നിട്ടുള്ളൂ. ആ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് ആ മോള കല്യാണം കഴിച്ച് ഇന്ന് അവർ കുടുംബമായ എഞ്ചിനീയറാണ്. കുടുംബമായി അവർ UK സെറ്റിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ, ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പൊ അവളും ഒത്തിരി ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് ആ മോള്. അപ്പൊ ഞാൻ മോളടുത്ത് പറഞ്ഞു, ഇങ്ങനെ അരോമ TV എന്റെ സാക്ഷ്യമുണ്ട്, മക്കൾക്ക് നമ്പർ കൊടുക്കും മമ്മി, അപ്പൊ മക്കളെ സാക്ഷ്യം മക്കൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിപ്പോൾ അവിടെ സെറ്റിലായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ദൈവം ഞങ്ങളെ മാനിച്ചു. അത് കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് പഠിച്ചുകൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ അവൾ അവിടെ നിന്ന് തന്നെ പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ, അന്ന് അസുഖമായിരുന്നപ്പോൾ. പക്ഷെ എല്ലാവരും പറഞ്ഞു തോറ്റ കുട്ടിയുടെ ഇതിൽ കൂടെ കൂട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് പറ്റി, കർത്താവേ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, തോറ്റ കുട്ടികളെ ലിസ്റ്റിൽ എൻ്റെ കൊച്ചിനെ ആക്കരുതേ കർത്താവേ എന്ന് പറഞ്ഞു. ഒരു നിയമത്തെ, ഗവൺമെന്റിന്റെ നിയമത്തെ മാറ്റാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞാൻ പ്രസംഗത്തിലൂടെ എൻ്റെ പാസ്റ്ററിലൂടെ എൻ്റെ ബ്രദറിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവമാണല്ലോ. അപ്പൊ ഒരു ഗവൺമെന്റിന്റെ നിയമത്തെ മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പിന്നെ സ്കോളർഷിപ്പ് കിട്ടപ്പോഴത്തേക്ക് അവർ സ്കോളർഷിപ്പ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് കിട്ടാം, പക്ഷെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു, സ്കോളർഷിപ്പ് അവർക്ക് ലഭിച്ചു. സ്കോളർഷിപ്പിലാണ് അവൾ പഠിച്ചത്. സ്തോത്രം. അങ്ങനെ ദൈവം അവിടെ വലിയൊരു അത്ഭുതം ചെയ്തു. അപ്പൊ രണ്ടാമത്തെ മോളെ അപ്പൊ പാസ്റ്റർമാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് പോയി ഇഷ്ടമില്ല, പക്ഷെ പാസ്റ്റർമാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തതാണ്. ഇപ്പൊ രണ്ടാമത്തെ മോൾക്ക് ഒരു പാസ്റ്ററാണ് വന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് നടക്കത്തൊന്നും ഇല്ല എന്ന് തന്നെ ഞങ്ങൾ വെച്ചു. ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവഹിതമാണെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രദറിന്റെ അടുത്ത് പോയി. അപ്പം മൂത്ത മോളുടെ ഹസ്ബൻഡിനെയും ബ്രദർ തന്നെയാണ് ആദ്യം പോയി ഇവിടെ കല്യാണത്തിന് ആലോചന ഒന്നും പോയി പറഞ്ഞു. ബ്രദർ തന്നെയാണ് അവിടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, ബ്രദറിന് വെളിനാട്ടില് ഗൾഫില്. അപ്പോൾ അവിടെ പോയപ്പോൾ മോനെ കണ്ടു. അപ്പം പറഞ്ഞ് ഈ ഗസ്റ്റായി മോൻ നമുക്ക് കൃപയുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് എന്ന് പറഞ്ഞ് വാക്ക് പറയട്ട, ഓക്കെ പറയട്ട, ഓക്കെ പറഞ്ഞ ബ്രദറെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ എന്നെ ആദ്യം പോയി കണ്ടതും പിന്നെ ആ കല്യാണം വീണ്ടും ഞങ്ങളെ കണ്ടതും ഹസ്ബൻഡിനെ കാണിച്ചതും വീണ്ടും ഉറപ്പിച്ചതും നടന്നതും ഒക്കെ. ഇപ്പൊ രണ്ടാമത്തെ മോളത് വന്നപ്പോ ഈ കണ്ടായിരുന്നു, പറഞ്ഞു പാസ്സായതുകൊണ്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം പുള്ളിക്കാരൻ അങ്ങനെ ഇഷ്ടമില്ല, പാസ്മാരെ കെട്ടിച്ചൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അനുവദിച്ചെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഈ ഫോട്ടോയും ഈ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് പുറത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു മോളെങ്കിലും എൻ്റെ രീതിക്ക് ഞാൻ അയക്കുള്ളൂ എന്നുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു അന്നേ. അപ്പൊ ഞാൻ അങ്ങനെ ഇതുകൊണ്ട് ഏത് മോളെന്ന് അറിയത്തില്ലല്ലോ, എൻ്റെ രീതിയിൽ അയക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ ദൈവകൃപയാ അത് കണ്ടപ്പോ പുള്ളിക്കാരന് ഓക്കെ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിഞ്ഞു. ഈ 2 മക്കളെ കല്യാണത്തിന് ഞങ്ങൾ 1 രൂപ പോലും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെയാണ്. പിന്നെ 3 മക്കളെ പഠിപ്പിക്കണം, പിന്നെ റെന്റിനാ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള സമ്പാദിച്ചു വെക്കാനൊന്നുമില്ല. പക്ഷെ ഒത്തിരി ആളുകൾ പറഞ്ഞു, ഒത്തിരി കല്യാണം വന്നപ്പോൾ ഒത്തിരി ആളുകൾ ഞാൻ പ്രാർത്ഥി. അപ്പൊ ഒത്തിരി ആളുകൾ വിശ്വാസികൾ, നല്ല വിശ്വാസികളും ദൈവത്തിന്റെ എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവർ, അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒന്നുമില്ലാതെ ഒരു കൊച്ചിനെ എങ്ങനെ കല്യാണം നടക്കും എന്ന്. അപ്പൊ ഇവരൊക്കെ നെഗറ്റീവ് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നു. പക്ഷെ ഞാനൊന്ന് ഉറച്ചു, ദൈവമേ എനിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ നിന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് നിലവിളിക്കും. സ്തോത്ര. വചനം പറയുന്നു, നിലവിളിക്കുന്നതിന്റെ മുമ്പ് ദൈവം ഇറങ്ങി നിൽക്കും എന്നാ പറഞ്ഞത്. ആ ഇതിനെ വെച്ച് ഓരോ വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോ അതിന്റെ വിശ്വാസത്താലെ ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചു. 2 മക്കളെയും കല്യാണം കഴിച്ചപ്പോഴും അവർ ഒന്നും ചോദിച്ചിട്ടില്ല, അവർ ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. അവർക്കൊന്നും ഞങ്ങൾ കൊടുത്തില്ല. ഒരു കാർ, അതും ലോൺ എടുത്ത കാർ മാത്രമാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത്. അതും അവർ തന്നെ ഇതിപ്പോ അടച്ചു ക്ലോസ് ചെയ്തിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള 2 മരുമക്കളെല്ലാം മക്കളെയായിട്ട് തന്നു. അപ്പൊ ഒരു ദൈവാസ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് 3 മരുമക്കളെല്ലാം 3 മക്കളെയായിട്ട് തന്നെ, ഒന്നിനൊന്ന് ശ്രേഷ്ഠമായി ഞാൻ നിന്നെ തരുന്നു. അപ്പൊ 2 ശ്രേഷ്ഠമായി തന്നു. ഇനി ഒരുപാട് വിവാഹമുണ്ട്, അത് ശ്രേഷ്ഠമായി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോക്കും ഒരു മോനും 2 മക്കളാണ്. അവര് ഇപ്പോ ഇവിടെ ശുശ്രൂഷയും, മോള് എഞ്ചിനീയർ പഠിച്ചതാണ്. അപ്പൊ അവളും ഈ ജോബിലായിട്ട് നിൽക്കുന്നുണ്ട്. അവള് ശുശ്രൂഷയും കൂടെ നിൽക്കുന്നുണ്ട്. മോന് ശുശ്രൂഷകനാണ്. 3ാമത്തെ മോള് ദുബായിലിരിക്കുന്നു. ആ മോളും ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ടെക്നോ പാർക്കിൽ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ മോളും വിശ്വാസത്തിലേക്ക് വന്നപ്പോ അവളാണ് ഏറ്റവും കൂടുതൽ എതിർത്തത് എന്നെ എതിർത്തത്. ഞാൻ ഇങ്ങനെ ഇത് വിഗ്രഹങ്ങൾ കൊണ്ട് കളഞ്ഞപ്പോ മതിൽ ചാടി എൻ്റെ മക്കളെല്ലാം കൂടെ പോയി അത് പറക്കി തിരിച്ച് അലമാരയുടെ ഇടയിൽ തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചു വെച്ച ആൾക്കാരാ. പക്ഷെ ആ മോള് ഇന്ന് ശുശ്രൂഷയില്ല. സ്തോത്രം. ആ മോളെ ഏറ്റവും കൂടുതൽ എതിർത്തത്. പക്ഷെ അവൾ ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 2ാമത്തെ മോക്ക് ചെറിയൊരു ജോലി കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പോയി. പക്ഷെ അവള് കൂടുതലും
ദൈവത്തിന്റെ വചനവും ദൈവവും അങ്ങനെയുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ ഉള്ളതായിരുന്നു. എന്നാൽ ഇപ്പൊ അവൾ ആ ജോലിയിലും കൂടെ ദൈവത്തിന് ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ മോള് ടെക്കര പാർക്കിൽ ഒരു ജോലി കിട്ടി, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് കിട്ടി, അവിടെ സത്യസന്ധയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അവൾ സത്യസന്ധത ചെയ്തിട്ടും അവള് അതല്ല എന്ന് ആരോ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവൾക്കൊരു പ്രയാസം ഉണ്ടായി. അപ്പം പറഞ്ഞു ഞാൻ സത്യം. അപ്പം കുഞ്ഞുനാളിലെ ഈ മോൾ എന്ത് ചെയ്ത കൊച്ചുമോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെവിലിൽ പേപ്പറുകൾ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കിക്കൊള്ളും പഠിക്കുന്ന കാലത്തെ. അപ്പൊ ഹസ്ബൻഡ് ലീവിനൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ചെവിലൊക്കെ നോക്കിയിട്ട് ഇത് എഴുതി വെച്ചിങ്ങനെ. അപ്പൊ കൊച്ചുമോള് അപ്പം പറയും അവിടെ കാര്യമല്ല, അവിടെ ദൈവം നോക്കിക്കൊള്ളുന്നു, അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷെ അവിടെ എഴുതി വെച്ച് അവളെ ഒത്തിരി ബുക്കുണ്ട്, എൻ്റെ മക്കൾക്കെല്ലാം ഒത്തിരി ബുക്കുണ്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ബുക്ക്. അപ്പോൾ എഴുതി വെച്ച് അപ്പോ അന്ന് മുതൽ ആ അവൾ എന്തോ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഈ നിമിഷം വരെയും അച്ഛനമ്മയായ ഞങ്ങളുടെ ഒരു രൂപ പോലും അവർക്ക് പഠിത്തത്തിന് പോലും ചെലവായിട്ടില്ല. കാരണം ദൈവം അവർക്ക് വേണ്ടി കാര്യം. MBA എടുത്തപ്പോഴത്തേക്കും കാശ് കൊടുക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ലായിരുന്നപ്പോൾ ഒരു സാറ് അവൾക്ക് സ്പോൺസർ ചെയ്ത് അവളെ പഠിപ്പിച്ചു. സ്തോത്ര. അപ്പോൾ ഇന്ന് വരെയും ആ മകൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വന്തമായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തെയും കൂടെ അവരിപ്പോൾ പോറ്റിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ മക്കൾ പോറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ മക്കളല്ല, പെൺമക്കള് ഒത്തിരി ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി അവര് അധ്വാനിക്കുന്നു, ഞങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ആ മകള് 2 വർഷം വരെ പിന്നെ ജോലി റിസൈൻ 2 വർഷം വരെ വീട്ടിലായിരുന്നു. ഒത്തിരി പ്രോസസ്സ്, ഒത്തിരി ക്രൈസിലൂടെ അവള് ഒത്തിരി സങ്കടത്തിലൂടെ, ഒത്തിരി നിലവിളിലൂടെ, ഒത്തിരി അപമാനത്തിലൂടെ ഒക്കെ എൻ്റെ കുഞ്ഞ് കടന്നുപോയി. എന്നാൽ എൻ്റെ 3 മക്കളും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായ ഞങ്ങള് ഒരു കൂട്ടുകാരെ പോലെയാ. ഒരു സമയത്ത് കൂടെ എന്ന് വെച്ചാൽ ഉപദേശിക്കും, ഞാനേ എൻ്റെ മക്കളെ കൂടുതൽ അടിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് തന്നെ വലിയ പ്രിയ. എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിലും അച്ഛൻ അടിക്കത്തില്ല, ഞാൻ അടിക്കും, വലുതായാലും ഞാൻ അടിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ മോള് ഈ 2 വർഷം വരെ ജോലിയില്ലാതെ ഇരുന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്ത് അങ്ങനെ. പക്ഷെ ഒത്തിരി കുറ്റോപകരണങ്ങൾ അവൾക്ക് മേൽ വന്നു. പക്ഷെ അവൾക്ക് എന്തുണ്ടെങ്കിലും മാതാപിതാക്കളെ ഞങ്ങളുടെ അടുത്ത്, അത് റോങ് ആവട്ടെ നല്ലതാവട്ടെ, ചീത്തയാവട്ടെ നല്ലതാവട്ടെ, എന്തുണ്ടെങ്കിലും മാതാപിതാക്കളെ ഞങ്ങൾ അറിയിച്ചിരിക്കും. അത് എൻ്റെ മക്കൾ 3 പേരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ലതാണെങ്കിൽ ഞങ്ങൾ അത് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റാണെങ്കിൽ അങ്ങനെ പറയും എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ 2 വർഷം അവള് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒത്തിരി ഭാരത്തോടെ, ഒത്തിരി പ്രയാസത്തോടെ ഇരുന്ന് അങ്ങനെ ഞങ്ങള് പിന്നെ വീട്ടിന്റെ അടുത്തപ്പം ഞങ്ങളെ ചർച്ചിൽ ഇത്തിരി ദൂരം ഉണ്ടല്ലോ. അപ്പം അടുത്തൊരു ചർച്ചിൽ പോയപ്പോഴത്തേ അവര് പിന്നെ സൺഡേ സ്കൂളിൽ എടുത്തപ്പോൾ നമ്മുടെ അറിയാന്നുള്ളവര് അപ്പൊ അവർക്ക് ഒന്ന് കൊച്ചിനെ പഠിപ്പിച്ചു തരും, അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് ചർച്ചിൽ രാവിലെ അവിടെ 6 മണിക്കുള്ള ട്രെയിനിന് അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ സൺഡേ സ്കൂള് അവരുടെ ആ ചർച്ചിൽ, അവിടെ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കൊച്ചു ചർച്ചുണ്ട്. അപ്പൊ അവിടെ ആരില്ലാത്തതുകൊണ്ട് അവരെത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചോദിച്ചു. അപ്പൊ അതിനെന്ത് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ 6:30ക്കുള്ള ട്രെയിൻ അവിടെ പോയിട്ട് വന്നിട്ട് ഇത് ഞങ്ങളെ ചർച്ചിൽ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരു വ്യക്തികളടുത്തും പറഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന് വേണ്ടി ചെയ്തതാ, ദൈവം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതിൽ യൂത്തിനെ പഠിപ്പിക്കുക, യൂത്തിന്റെ കാര്യങ്ങൾക്കും സൺഡേ സ്കൂളിലെ കാര്യങ്ങൾക്ക് ആ പിള്ളേർക്ക് വേണ്ടി. കാരണം ഞങ്ങളെ ചർച്ചിൽ ഒത്തിരി പേരുണ്ട് അങ്ങനെ ചെയ്യാനുള്ള. അപ്പൊ ഈ ചർച്ചിൽ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഒന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതിനെന്താ രാവിലെ അവിടെ. അപ്പൊ അവരുടെ പ്രേയറിന് പോകാൻ വരത്തില്ല, രാവിലെ അവിടെ കഴിഞ്ഞിട്ട് മോള് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളവിടെ വന്ന് കുട്ടികളെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ 2 വർഷം, നീണ്ട 2 വർഷം പോയി. എവിടെയൊക്കെ എൻ്റെ കൊച്ച് പിന്നെ ഇന്റർവ്യൂവിന് പോയിട്ടും അവൾക്ക് ജോലിയേ ലഭിച്ചില്ലായിരുന്നു. കാരണം അവളെ സർട്ടിഫിക്കറ്റിൽ ഹൈ ക്വാളിഫിക്കേഷൻ ആയിപ്പോയി എന്നാണ് ഒരു പരാതിയായിരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു കൊച്ചിന് ജോലി കൊടുത്താൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ, അവര് ഹൈ പൊസിഷൻ കിട്ടുമ്പോൾ അവർ പോകും. അതുകൊണ്ട് കുട്ടിക്ക് ജോലി അപ്പൊ കൂടിപ്പോയത് കൊണ്ട് ഒരിടവും ജോലി കിട്ടിയില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ നീണ്ട 2 വർഷം പോയി. അതിനിടയ്ക്ക് അവൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പഠിച്ചായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഗൾഫില് ഒരു പിന്നെ ഇങ്ങനെ അവള് കാണുന്നിടത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കും, കാനഡ അവിടെ ഇവിടെ എല്ലായിടും ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവൾക്ക് ഒരു ദൈവത്തിന്റെ ദൂതം ഉണ്ടായിരുന്നു. എൻ്റെ 3 മക്കൾക്കും വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം അനുസരിച്ച് തന്നെയാണ് ഇതുവരെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ കുഞ്ഞെടുത്ത് വാഗ്ദത്തം ഉണ്ട്, രാജ്യങ്ങളിൽ പോകും, വിദേശങ്ങളിലും പിന്നെ പട്ടണങ്ങളിൽ പോകും, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളെ നീ മുന്നിൽ പോകുമെന്ന് പറഞ്ഞു ജോലി സംബന്ധമായിട്ട്. അപ്പൊ നമുക്ക് അതിനുള്ള കാശൊന്നും ഇല്ലല്ലോ രാജ്യത്ത് വിടാനൊക്കെ.
അപ്പൊ നമുക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം മോളും ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ. എനിക്ക് ഒത്തിരി ബുക്കിലും ചെവിലൊക്കെയാണ് എഴുതി ഒട്ടിച്ചൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് അവള്. അപ്പം ഉറങ്ങുമ്പോഴത്തേക്ക് രാത്രി അടിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ട്. തനിയെ നമ്മളൊന്നും കാണാതെ കരയും. നമ്മൾ കാണാത്ത ഒന്നും കരയില്ല. കാണാതെ എൻ്റെ മക്കൾ കാണാതെയാണ് ബുക്കിൽ എഴുതി വെച്ച് എൻ്റെ 3 മക്കളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കാണാതിരിക്കുക, നമ്മൾ വിഷമിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇതുപോലെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വിളിച്ചപ്പം പറഞ്ഞ് ഇതെല്ലാം സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ബോധ്യം. അപ്പൊ അവർ പറഞ്ഞു ഒരു പൈസയും ചെലവാതെ അവർ തന്നെയാണ് വിസ എടുത്തു കൊടുത്തത്, അവർ തന്നെയാണ് ഫുഡ് അക്കോമഡേഷൻ എല്ലാം ചെയ്തു അവരങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മക്കൾക്ക് കമ്പ്യൂട്ടർ ഇല്ല, വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചോണ്ട് പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ ഞാൻ ക്യാഷ് ഒരു പുള്ളിക്കാരനെ അയച്ചു കൊടുക്കാം, അവർ നമുക്ക് അവിടുന്ന് പോവാൻ അറിയത്തില്ലല്ലോ, അവർ വാങ്ങിത്തരും. പക്ഷെ ആ പുള്ളിക്കാരൻ പറഞ്ഞത് എന്തോ മറുപടി പറഞ്ഞത് എൻ്റെ അടുത്ത്, ആ വ്യക്തിയുടെ അടുത്ത് മറുപടി പറഞ്ഞത്, എത്ര വീട്ടിൽ കമ്പ്യൂട്ടറുകളുണ്ട് കമ്പ്യൂട്ടർ വെച്ച് പഠിക്കുന്നെന്ന് എന്ന് ആ പുള്ളിക്കാരൻ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ അതിന് വാങ്ങിച്ചു കൊടുത്താൽ മതി അയച്ച് കാശ് ഇട്ട് തരാന്നുണ്ട്. ആ പുള്ളിക്കാരൻ വാങ്ങിയില്ല. ഒത്തിരി പക്ഷെ എൻ്റെ കുട്ടികളെ പിന്നെ കൂട്ടുകാരിയുടെ അടുത്ത് പോയി കമ്പ്യൂട്ടർ നോക്കി പഠിച്ചു. അതിനുശേഷമാണ് ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡ് വരുമ്പേ തന്നെ മെസ്സേജ് ഉണ്ടാക്കാൻ മോളെ പോയി കമ്പ്യൂട്ടർ വാങ്ങിച്ചത്. പക്ഷെ ആ കമ്പ്യൂട്ടർ എത്ര കമ്പ്യൂട്ടർ ഉണ്ട്, എത്ര കുട്ടികളെ വീട്ടിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ട് പഠിക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് അതേ സ്ഥലത്ത് 22 കമ്പ്യൂട്ടർ വാങ്ങിച്ച് 22 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ആ കമ്പ്യൂട്ടറിലൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ ദൈവം സഹായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതിലുള്ള ഒരു കമ്പ്യൂട്ടറിലാണ് ഞാൻ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. അപ്പൊ ദൈവം എത്ര വലിയവനാ. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്നാലോ, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നാലോ, വിശ്വസിക്കുന്നതിനെ മാനിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ മോളെ കൊണ്ടുപോയി. അങ്ങനെ മോള് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഏപ്രിൽ മാസം വരുമ്പോഴത്തേക്ക് 2 വർഷമാവും. സ്തോത്രം. പിന്നെ എനിക്ക് വലിയ ഹൈ വിദ്യാഭ്യാസമൊന്നും ഇല്ല. ഞാൻ പഠിച്ച കാലത്ത് പിന്നെ ഒരു IT ഇതിൽ ആക്കിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ 1 വർഷം അവിടെ പോയത്. ഞാൻ 1 വർഷം പോയി പഠിച്ചപ്പോഴേ തന്നെ അച്ഛൻ മരിച്ചു. അപ്പൊ അതുകൊണ്ട് തുറന്നൊന്നും പഠിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലാതായതുകൊണ്ട് അടുത്ത സ്ഥാപനത്തിൽ തന്നെ ഒരു ഇലക്ട്രോണിക്സ് കമ്പനി ഉണ്ടായിരുന്നു. ഈ ഫോൺ, പിന്നെ സ്റ്റെബിലൈസറിന്റെ, ടിവിയുടെ, റേഡിയോയുടെ ഒക്കെ അങ്ങനെ 6 മാസം ട്രെയിനിങ് ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്ത് 6 മാസം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴേ എല്ലാവർക്കും സാലറി കൊടുത്തു. പക്ഷെ എനിക്ക് 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാത്രം അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോഴേ സാലറി ലഭിച്ചുള്ളൂ. സ്തോത്രം. അങ്ങനെ ഒരു 5 വർഷം വരെ ഞാൻ ജോലി ചെയ്ത് 19 വയസ്സായപ്പോഴേ എൻ്റെ വിവാഹം ആയത്, എനിക്ക് കെട്ടിച്ചു വിട്ടത്. അതുവരെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്തോത്ര. അങ്ങനെ പിന്നെ തിരിച്ച് മക്കള് ഈ പഠിച്ച് പിന്നെ ഇപ്പൊ മോള് പോയിട്ട് ഈ 2 വർഷമായി. പക്ഷെ അവിടെ എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറയാനും എനിക്ക് ഹൈ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഹൈ ഒന്നുമല്ല, സാമ്പത്തികം നോക്കിയാൽ ഹൈ ഒന്നുമില്ല, ആവറേജ്, അത്രയേ ഉള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് ഇന്ന് എൻ്റെ ദൈവം എന്നെ മാനിച്ചത്. സ്തോത്ര, ഹല്ലേലൂയ. ഒരു കമ്പനിയുടെ ഡയറക്ടറായി, MD ആയി ഇരിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്ര, ഹല്ലേലൂയ. അർഹിക്കാത്ത സ്ഥാനത്ത് ഇന്ന് ദൈവം, അർഹിക്കാത്ത സ്ഥാനത്ത് ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഇതൊന്നും അർഹിച്ചതല്ല, അർഹിക്കാത്ത സ്ഥാനത്ത് നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ ലോകം അറിയുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളിയെ സ്വർഗം അറിയുന്നു. സ്തോത്ര, ഹല്ലേലൂയ. അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ മക്കള് ഇന്ന് അപ്പൊ ഒരു മോള് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിവാഹത്തിന്. പിന്നെ അത് കഴിഞ്ഞ് 31 തീയതി വന്ന ഡിസംബർ 31 തീയതി അതിനിടയ്ക്ക് എൻ്റെ മോളുടെ വീട്ടിൽ ഞാനും മോളുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ ഈ കൊച്ചുമോള് രാജ്യങ്ങളിൽ മാറി പോകുമെന്ന് പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മോള് ഇപ്പോ 5 കമ്പനിയുടെ 5-6 കമ്പനിയുടെ ഓരോ സ്ഥലത്ത്, ഒന്നിൽ CEO ആണെങ്കിൽ ഒന്നിൽ CF, ഒന്നിൽ മാനേജർ, അങ്ങനെ 5 കമ്പനി മാറി ഓരോ പൊസിഷനിൽ ഇന്ന് എൻ്റെ മകളായിരിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ ഇത് 31 തീയതി അപ്പൊ എൻ്റെ മോളെ വീട്ടിൽ 6 മാസം ഞാൻ മോളെ വീട്ടിൽ കുഞ്ഞു
ഡെലിവറി ആയ സമയത്ത് പോയി നിന്നപ്പോൾ അവിടെ എവിടെയൊക്കെ അപ്പൊ ഡൽഹിയിൽ നോക്കുക, അതിനിടയ്ക്ക് ഡൽഹിയിൽ ജോലി കിട്ടിയായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഡൽഹിയിൽ ഞാൻ നിന്നെ അയക്കും, കുറച്ച് ദിവസം അവിടെ കാണുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ UK-ലും യൂറോപ്പിൽ വിടുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് പോവാൻ ഇതൊക്കെ ഇത്തിരി കാശൊക്കെ വേണ്ടേ എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ 6 മാസം പോയി. അതിന്റെ സാക്ഷിയൊക്കെ ഒത്തിരി കൂടെ അറിയുന്നത് മാൾക്കാണ്. മാൾ ഈ സാക്ഷ്യത്തിന് വേണ്ടി വരും. പിന്നെ അപ്പൊ ഞാൻ മാളുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഓരോ എവിടെ പോയിരുന്നാലും ആ സഭയ്ക്ക് മറ്റുള്ളവർക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാം എന്നെ ദൈവം സഹായിച്ചു. പിന്നെ അപ്പൊ അവിടെ നിന്ന് എന്നെ എനിക്ക് വയ്യാതെയായി. എനിക്ക് എന്താ അസുഖമൊന്നുമില്ല, പക്ഷെ ചെക്കപ്പ് ചെയ്തപ്പോ ഒരു ഇതുമില്ല. പിറ്റേ ദിവസം എനിക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു അവര്. പക്ഷെ അന്ന് രാവിലെ പോകാൻ വേണ്ടി രാത്രി പോണം, വൈകിട്ടായപ്പോ എനിക്ക് ശ്വാസം വരുന്നില്ല. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ ആ ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് ഇവർക്ക് ഇതൊന്നും കാണുന്നില്ല, BP ഒന്നും കൂടുതൽ. എന്നാൽ എനിക്ക് ലോ BP ആണ്. അന്ന് എനിക്ക് BP കൂടി, കാരണം ഇവര് കാശ് അടച്ച് ടിക്കറ്റ് കൊടുത്ത് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. എന്റെ ഇങ്ങനത്തെ അവസ്ഥ, പിള്ളേർ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് എല്ലാം കൂടെ ടെൻഷൻ വന്ന് എനിക്ക് BP കയറി. അങ്ങനെ അവിടത്തെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത് അവര് കുറവയറും ഒക്കെ ഉണ്ടെന്ന് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗമൊന്നും അറിയുന്നില്ല. അപ്പൊ അവര് പറഞ്ഞ് ജനറലിൽ കയറ്റി അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഓരോ കാര്യമായിട്ട് നോക്കണം, അതാണെങ്കിലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ഒരാൾ കിടക്കുന്നവെങ്കിൽ തന്നെ അവിടെ 10-80 ഒരു ദിവസത്തേക്ക് ആവും. അപ്പൊ എനിക്ക് ആപ്പാടെ ടെൻഷൻ, ദൈവമേ ഞാനിവിടെ വന്നിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒരു ഭാരമായി പോയല്ലോ എന്നുള്ള ഭയങ്കരമായിട്ട്. എന്റെ മോള് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു എന്റെ അമ്മ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. മോള് വിളിച്ച് ഇവരെല്ലാരും ടെൻഷൻപ്പെടുത്തി, ഇവരെല്ലാരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ദൈവം തന്ന എന്റെ ആത്മീയ പിതാവ് എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്, എനിക്ക് നിന്നെ രോഗമൊന്നും തൊടത്തില്ല എന്ന്. ഒരു രോഗം നിനക്ക് വരത്തില്ലെന്ന്. അതുകൊണ്ട് ഏത് രോഗികൾക്കും, മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കയറിപ്പോയി പ്രാർത്ഥിക്കും. ഏത് രോഗി എവിടെ കിടക്ക രോഗി ഉണ്ടെങ്കിലും ഞാൻ അവിടെയൊക്കെ ഓടിപ്പോയി പ്രാർത്ഥിക്കും. ഒരു രോഗം എന്നെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് രോഗം വരത്തില്ലെന്ന് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് പിശാച് ജയിക്കത്തില്ല, എന്റെ ദൈവം ജയിച്ച ജയാളിയാണ് എന്റെ മനസ്സിൽ കിടന്ന് പറയും. എന്ന് വെച്ചാൽ ശ്വാസം മുട്ടിൽ ശ്വാസം എടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പൊ മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു തിരുവേര്. അപ്പൊ അതില് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, സഭയിലൂടെ ഉള്ളതാണ്. അപ്പൊ അവരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ് അവളുടെ അമ്മയാണിത്, എന്റെ അമ്മയാണ്, ഞങ്ങൾ നാളെ നാട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പിന്നെ ഇവിടങ്ങളിലുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ശ്രമിക്കാം, പക്ഷെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എഴുതി വെച്ചു. അപ്പൊ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇത്ര ഗുളിയ, കൈ നിറച്ച് ഗുളിയ, ഈ ഗുളിയ കഴിച്ചിട്ട് തരാം, കാരണം ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്കോ എന്തെങ്കിലും വന്നാൽ അവര് അവിടെ ഇറക്കി വിടും. അങ്ങനെ അപ്പൊ എന്തെങ്കിലും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോഴ് ആ ഗുളിയും കഴിച്ചുകൊണ്ട് ഫ്ലൈറ്റിന്റെ അവിടെ വന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴോ ഫ്ലൈറ്റിന്റെ സീറ്റ് എല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് കിടന്നു. ആ സീറ്റിൽ സുഖമായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അപ്പോഴായിട്ട് തട്ടി വിളിക്കുക, അവര് ഭക്ഷണം തരും, കഴിക്ക്, വീണ്ടും ഉറങ്ങും. അങ്ങനെ ഉറങ്ങാനുള്ള സൗകര്യത്തിന് എനിക്ക് ഫ്ലൈറ്റിൽ സ്ഥലം ഒരുക്കി തന്നു. നാട്ടിലെത്തി വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഒരു കുഴപ്പമില്ല. സ്തോത്രം, ഒരു കുഴപ്പവും എനിക്കില്ല. അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അത്ഭുതമേ ഉള്ളൂ, ദൈവത്തിന്റെ നടത്തിപ്പിന്റെ വിധം അത് മാത്രമേ ഉള്ളൂ പറയാൻ. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നുമ്പോ എനിക്കിതൊന്നുമില്ല. അപ്പൊ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ എനിക്കുള്ളത്. അപ്പൊ 2 സഹോദരി ഉണ്ടായിരുന്നു, ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി ആണെങ്കിൽ പിന്നെ വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നതേ ഉള്ളൂ, പക്ഷെ എടുക്കുന്നവര് മരണപ്പെട്ടു പോയി. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു വീട്ടിലുള്ളവർക്കും ഹസ്ബൻഡിന് പറഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചാൽ ബന്ധുക്കോസിൽ വന്നു പോയി അവരെ ഭർത്താവ് മരിച്ചു പോകുന്ന. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങള് പിന്നെ എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ കൂണുനൂലൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. എന്റെ ബന്ധുക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇവരുടെ വിചാരം എന്തെന്ന്, ഞാൻ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം മാലയിലെ താലി മാറ്റിയിട്ട് മാല മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ താലി എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒത്തിരി പഠിച്ചാരികളൊക്കെ എനിക്ക് ഉണ്ടായി. പക്ഷെ അവിടെയെല്ലാം ദൈവം എന്നെ മാനിച്ചു ഇത്രത്തോളം കൊണ്ടുവന്നു. ഇപ്പം ഭർത്താവ് നല്ല വിശ്വാസത്തിലിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ വരും, ഇടയ്ക്കിടയ്ക്ക് ചർച്ചിൽ വരും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വർഷം പുള്ളിക്കാരന്റെ സ്നാനമുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി എല്ലാവരുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ നല്ല വിശ്വാസം വന്ന്. എന്റെ ബന്ധുക്കള് ആണെങ്കിൽ അവര് പിന്നെ എന്തെങ്കിലും വിശേഷം വന്നാൽ എന്നെ വിളിക്കത്തില്ല, മരിച്ച അറിയിക്കത്തില്ല. കാരണം ഞാനിങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ അറിയിക്കത്തില്ല. എനിക്ക് ഒത്തിരി സ്ഥലം നോക്കിയൊക്കെ ഇട്ടിരുന്നു. എവിടെ സ്ഥലം മേടിച്ചു തരാം, ഞങ്ങളും കൂടെ സഹായിക്കാം, സ്ഥലം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സ്ഥലങ്ങളൊക്കെ നോക്കി ഇട്ടിരുന്നു.
അവരെന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥനയിലായിട്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നിട്ട് അവർക്ക് ദൈവം അവിടെ നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കത് തന്നില്ല. സ്തോത്ര. ഇന്ന് ഇന്ന് എനിക്ക് മനുഷ്യൻ തന്നെന്ന് പറയാനൊന്നുമില്ല. ഞാൻ അന്ന് തരാത്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം എന്റെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിനക്ക് എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് ദൈവം സംസാരിച്ചത് അതേ ശബ്ദമൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ദൈവം എന്നോട് സംസാരിച്ചത്, നിനക്ക് ഞാനൊരു ഭവനം തരും, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാൾ നിന്റെ വീട്ടിൽ വരും ഭവനത്തിനായിട്ട്, ഒരു ബാങ്കുകാർ നിന്റെ വീട്ടിൽ വരും. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച്, നമ്മൾ മനുഷ്യരല്ലേ, മാനുഷികമായി വിചാരിച്ചത് ബാങ്കുകാർ വീട്ടിൽ വന്ന ആരെങ്കിലും തരും. ബാങ്കിലെല്ലാം ഞാൻ കയറി ഇറങ്ങി. പക്ഷെ മോള് അപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഒന്നും ലോൺ ഇവിടെ കിട്ടത്തില്ല. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിലും പറ്റത്തില്ല. ഹസ്ബൻഡ് ചോദിക്കാനും പറ്റില്ല, തരത്തുമില്ല. അതുകൊണ്ട് ആ രീതിയിലും പറ്റത്തില്ല. അപ്പൊ ഞാൻ ബാങ്കിലെല്ലാം പോയി നോക്കിയിട്ട് ബാങ്കിലൊന്നും എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. ഇങ്ങനെ പറഞ്ഞില്ലേ ദൈവം ബാങ്കുകാരെ വീട്ടിൽ വരുമെന്ന്. പക്ഷെ വീട്ടിൽ എങ്ങനെ വരും? മാനുഷികമായിട്ട് എനിക്ക് അതാ വന്നത്. പക്ഷെ അത് എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നല്ല നല്ല വീടൊക്കെ നോക്കും. മക്കൾ ഇരുന്ന് നോക്കും. മമ്മി ഞങ്ങൾക്ക് 3 പേർക്ക് 3 റൂമുള്ള വീട് വേണം എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ ഒന്നുമില്ല. പിന്നെ 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ബാങ്കുകാരൻ വീട്ടിൽ വന്നു. സ്തോത്ര. ദൈവം കൊണ്ടുവന്നു. ആ വ്യക്തി മുഖാന്തരം 1 രൂപ പോലും അന്നില്ലായിരുന്നു. 1 ലക്ഷം രൂപയുടെ കയ്യിലുണ്ടായിരുന്നത്. ആ 1 ലക്ഷം രൂപ ബ്രദറിന്റെ കൊണ്ടെടുത്ത് പ്രാർത്ഥിച്ചു, തന്നു, കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. പടപടപടായിട്ട് അവർ വീടാക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ 2 നില ഒരു വീട്, 4 മുറിയുള്ള ഒരു റൂം, 4 മുറിയുള്ള ഒരു 2 നില വീട് എനിക്ക് ലഭിച്ചു. എനിക്ക് ദൈവം തന്നു. അതിന്റെ പിന്നെ ബാങ്കിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒന്നിനും ഓടിയിട്ടില്ല. ദൈവം പറഞ്ഞതുപോലെ ബാങ്കുകാരി തന്നെ വന്നു, ബാങ്കുകാരി തന്നെ ചെയ്തു. ബാങ്ക് അതിലെ എല്ലാ വീടും അപ്പടി തന്നെ തന്നു. ഇപ്പൊ ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്റെ ദൈവം ചെയ്ത നന്മകളെ, നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം, അല്ലാതെ ഒന്നുമില്ല. സ്തോത്രം. ആ ദൈവത്തിനെ വിട്ട് ഒരിക്കലും എനിക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പൈസ നയിക്കാന്ന്. പിന്നെ അതും ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നോട്ടീസൊക്കെ കിട്ടും. ആ നോട്ടീസൊക്കെ കൊണ്ട് ഞാൻ ഈ പത്രക്കാർ വരുമ്പോൾ പത്രക്കാർക്ക് പൈസ കൊടുത്ത് എല്ലാ സ്ഥാപനങ്ങളിലും കൊടുക്കും. അപ്പൊ ആ ജോലി സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മന്ത്രവാദി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്നിട്ട് എന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ട് ഓടിക്കൊണ്ട്, ഞാൻ സ്ഥാപനത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവളാണ് ഇവിടത്തെ ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വള മുറുക്കി വെച്ചിട്ട് ഓടിക്കൊണ്ടുവന്ന് ഈ വളയിട്ട് എന്നെ ഇവിടെ ഇട്ട് 2 അടി അടിച്ച് ഞാൻ വീഴുന്നു. എന്നെ ഇടിച്ചങ്ങ് വീഴുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇതിലേക്ക് വന്ന് നിന്നെ ആരടിച്ചാലും ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. എന്നെ അടിച്ചിട്ട് അങ്ങ് പോയി. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ എൻ്റെ സഭയിലുള്ള ഒരു ആളിനെയും കൂടെ വിളിച്ചു, ഒരു സിസ്റ്ററിനെയും കൂടെ വിളിച്ചും കൊണ്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, ആയുർവേദത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിയിട്ട് തടവി. അങ്ങനെ കുറെ കാലം അതങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് ആ പുള്ളിക്കാരെ വീണ്ടും ആ സ്ഥാപനത്തിൽ വന്നു. ഈ കാപ്പൊക്കെ കെട്ടിയിട്ട് ഒക്കെയാണ് വന്നത്. എന്തോ ഈ മുരുകന്റെ ഈ വേലൊക്കെ വെച്ച് തുള്ളുന്ന ഒരാളാണ്. അപ്പൊ ഒരു കാപ്പൊക്കെ കെട്ടിക്കൊണ്ട് വീണ്ടും എന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ കാലെടുത്ത് വെച്ചത് ആരും വലിച്ചെറിയുമ്പോഴേ ഈ പുള്ളിക്കാരനെ വലിച്ചെറിഞ്ഞു റോഡിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ പോയി എന്തോ അനുഗ്രഹിച്ചെന്തോ പറഞ്ഞു ഈ കുട്ടി സാധാരണ ഇതിൽ വേറൊരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥാപനത്തിൽ നിന്ന് എന്നെ അവിടുന്ന് മാറ്റി. എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് മാറേണ്ട ഇതൊന്ന്. പിന്നെ വേറൊരു സ്ഥാപനത്തിൽ പിന്നെ മാറ്റിയിട്ട് വീണ്ടും അവർ കയറ്റി. അപ്പോഴാണ് ബ്രദർ പറഞ്ഞു, 2007 ഞാൻ സ്ഥാനപ്പെട്ടത്, 3 വർഷമായി. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ എന്നാ പറ്റില്ല, ദൈവം കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് സുവിശേഷത്തിനായിട്ട് ഓരോ വീട്ടിൽ സെല്ലുകൾ നടത്തണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നേരെ ഈ വചനം പോലും അറിയത്തില്ല, ഞാൻ എങ്ങനെയാ സെല്ല് നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാം അതും ക്രിസ്ത്യന്റെ വീട്ടുകളാണ് കൂടുതലും എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 7 വീട് വരെ ഉണ്ടായിരുന്നു സെല്ല് നടത്താൻ. പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് ആ സെല്ലിൽ ഇരിക്കുമായിരുന്നു. ഞാൻ 7 വീട്ടിൽ പോയി. ഏതൊക്കെ വീട്ടിൽ പോയോ അവിടെ വന്നിട്ടുള്ളവരെല്ലാം രക്ഷയിലേക്ക് വരികയും ചെയ്ത്, അവർ സ്നാനപ്പെടുകയും ചെയ്ത് സഭയോട് ചേരുകയും ചെയ്ത്. അങ്ങനെ 35 ആൾക്കാര് ആ മെമ്പേഴ്സിനെ
എൻ്റെ സഭയിലേക്ക് എനിക്ക് ആത്മാവിനെ കൊടുക്കാൻ എന്നെ ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തിന്റെ ഇന്നും പ്രാർത്ഥിക്കുന്ന അങ്ങനെ പിതാവിനെ ഞാൻ എവിടെ പോകുന്നു അവിടെ എന്നെ പിതാവിനെ ആകർഷിക്കുന്ന അഭിഷേകം അവരിൽ മേൽ പകർന്ന് അവരെ പിതാവിനെ ആകർഷിപ്പാൻ ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ കുറച്ച് തന്നെ പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ ആ ഒരു വിശ്വാസം വന്നാണ്. അവർ ഉറച്ചു നിൽക്കാനുള്ള വിശ്വാസം ഏത് പ്രതിസന്ധിയിലും ഉറച്ച്. പിന്നെ എൻ്റെ ബ്രദർ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളെ ബ്രദർ ഞങ്ങൾക്ക് തന്ന ആ നല്ലൊരു ദൈവാസനം ഞാൻ ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞു. കാരണം ഏത് അവസ്ഥയിലും ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും നിന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ചെന്ന് എൻ്റെ ദൈവാസന. അതിന്റെ ദൈവാസന ഒരു മാതൃകയാണ് ഞങ്ങൾക്ക്. കാരണം അതെനിക്ക് ഭയങ്കര വലുതായിട്ട് ഈ നിമിഷം വരെ ഉപയോഗപ്രദമായി തീരുകയാണ്. കാരണം വെച്ചാൽ ഏത് പ്രതിസന്ധിയിലും ആ ഉറപ്പും ധൈര്യവും നിൽക്കാൻ വേണ്ടി ഒരു കൃപ ആ ദൈവദാസനിലൂടെ ഞങ്ങൾ ഇന്നും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഹസ്ബൻഡ് വന്നു. പിന്നെ 31-ാം തീയതി ഡിസംബർ 31-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒരു അടുത്ത് എനിക്ക് പോകണമായിരുന്നു, മോൻ്റെ കൂടെ പോകണമായിരുന്നു. അവിടെ കുറച്ച് ആളുകൾ സ്നാനപ്പെടാൻ വന്നപ്പോൾ അവിടെ ലീഡേഴ്സ് കുറവായതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ 31-ാം തീയതി ഞാൻ പകൽ ഇവിടെ കഴിഞ്ഞിട്ട് വൈകിട്ട് മോൻ്റെ കൂടെ ബൈക്കിൽ പോയിരുന്നു. അപ്പം ബൈക്കിൽ പോയി അവിടെ ഇതെല്ലാം പാട്ടൊക്കെ പാടി സ്നാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു മടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്ധ്യ ആകുമ്പോൾ പോകണം മോനെ, അവിടെ എനിക്ക് രാത്രിയുള്ള പ്രെയർ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം എന്നെ ഇങ്ങനെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഞാൻ ഷാൾ ഇങ്ങനെ എടുത്തിട്ടിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് അപകടമൊന്നും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ആ ഷാള് എൻ്റെ കഴുത്തിറുകി ബൈക്കിൽ ചുറ്റി കഴുത്ത് മുറിഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് വിളിച്ചത് ഒരു വലിയ പൊക്കമുള്ള ഒരാൾ എന്നെ ഇതോടെ ഇങ്ങനെ വടിച്ചിട്ട് അവിടെ ഈ തറയിൽ ഇങ്ങനെ കിടത്തി. പക്ഷെ അന്ന് ആ ബൈക്കിൽ നിന്ന് ഞാൻ മരിക്കാനുള്ളതായിരുന്നു. സ്തോത്രം. 23 കാണിക്കില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചു, 22 കാണിക്കില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. 23 കാണിക്കില്ലെന്ന് ഈ ഡിസംബർ 31-ാം തീയതി അന്ന് ആ ദിവസം ഞാൻ മോനും വീഴാമുള്ളതായിരുന്നു. മോന്റെ ദാസനായിരുന്നു, മോനും വീഴാമായിരുന്നു. പക്ഷെ ഞാൻ വിഴുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ തന്നെ അറിഞ്ഞു. എൻ്റെ ഹെൽമെറ്റ് പോയി തെറിച്ച് വീഴുന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ ഞാൻ വെച്ചിരുന്ന ഈ കണ്ണാടിക്ക് പോലും ഒരു ക്ഷതവും സംഭവിച്ചില്ല. അങ്ങനെ ആ വലിയൊരു അപകടത്തിൽ. കാരണം അന്ന് പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് വന്ന് തല ഇടിച്ചില്ലേ, കുറുക്കിടിച്ചില്ലേ, കൈ ഇടിച്ചില്ലേ, കൈൻ്റെ ഇവിടെ മാത്രം ഇത്തിരി മുറിഞ്ഞു. പക്ഷെ ഞാൻ ഇട്ടിരുന്ന ആ ഡ്രസ്സ് പോലും കീറിയില്ല. കയ്യിൽ ഇവിടത്തെ വരെ മുറിവ്, കാലിൻ്റെ ഒരു വരവ് മാത്രമല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഞാൻ അന്ന് മരിക്കാനുള്ളതായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്നെ വേണം. അതുകൊണ്ട് എനിക്ക് ദൈവം ആയുസ് തന്നു. സ്തോത്ര. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞ അന്ന് എന്നെ വിടത്തില്ല, കൊണ്ടുപോകത്തില്ല. അപ്പൊ ഹസ്ബൻഡ് കൂടെ വന്നു രാത്രി അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ അന്ന് രാത്രി കൊണ്ടുപോകത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മറച്ചു വെച്ച് കഴുത്തൊക്കെ മൂടി കെട്ടിക്കൊണ്ടാണ് പോയി എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എനിക്ക് ആ വേദനയൊക്കെ അറിയാൻ പറ്റിയത്. വേദന അപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് ഞാൻ ഒരു നിശ്ചയമാണ്. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ജീവൻ തന്നത് എൻ്റെ ദൈവമാണ്. കാരണം ഈ ജീവൻ തന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ദൈവത്തിന് വേണ്ടിയാണ് എൻ്റെ ഈ ജീവൻ ഇന്നത്തേക്ക്. അതുകൊണ്ട് ഈ ജീവൻ ഇനി ദൈവത്തിന് വേണ്ടിയാണ്. ഈ ദാനം തന്നതാണ് എൻ്റെ ഈ ജീവൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ആയുസോടെ ഇന്ന് ഈ സാക്ഷ്യമായി നീപ്പാൻ തന്ന ദൈവം തന്ന ദാനമായി തന്ന ജീവനാണ് എൻ്റെ ജീവൻ. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്തോത്ര. എൻ്റെ ഹസ്ബൻഡ് ഇതിനിടയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ആദ്യം ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രോഗം എന്തോ അസുഖമായി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു എത്രയും ലക്ഷം ആകും, അതുകൊണ്ട് അവിടുന്ന് ഇനി കയറ്റി വിട്ട്. ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ അവിടുത്തെ ചീട്ട കൊണ്ടുവന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നൊന്ന്. അപ്പം നാട്ടിലാണെങ്കിൽ 1.5 ലക്ഷം രൂപയാവുള്ളൂ, അവിടെ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നാട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ കയറി എന്നെ വിളിക്കാൻ ആരും വേണ്ട, ഞാൻ അങ്ങ് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹസ്ബൻഡിന്റെ ബന്ധുക്കളും ഫ്രണ്ട്സുകളും എല്ലാം കൂടെ എന്നെ ഫോൺ വിളിച്ചു ഒത്തിരി എന്നെ പറഞ്ഞു, നിന്റെ ദൈവം സൗഖ്യമാക്കണ ദൈവമല്ലേ, വിടിവിക്കണ ദൈവമല്ലേ, അങ്ങനെയാണെങ്കിൽ അവനെ സൗഖ്യമാക്കിട്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ എന്നെ ഫോൺ ചെയ്ത്. അന്ന് രാത്രി എന്നെ ഉറക്കിയില്ല. അപ്പോ വിളിക്കാൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഉറങ്ങിയില്ല. ദൈവസന്നിധിയിൽ നിലവിളിച്ചു, ദൈവമേ എല്ലാവരും എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചിരിക്കുന്നു, നിന്റെ ഹസ്ബൻഡിനെ നിന്റെ ദൈവം സുഖപ്പെടുത്തിയ ഞങ്ങൾ നിന്റെ ദൈവത്തെ വിശ്വസിക്കാന്നവർ വെല്ലുവിളിച്ച്. എൻ്റെ ദൈവമേ എനിക്കൊന്നുമില്ല, നീ മാത്രമേ ഉള്ളൂ. സ്തോത്ര. എനിക്ക് 3 പൈതങ്ങളുണ്ട്. കാരണം വന്നപ്പോ ഭർത്താവിനെ കൊല്ലാനാണെന്നാ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നീ തന്നെ സൗഖ്യമാക്കണം. ഈ ഭവനത്തിൽ വന്ന് കയറുമ്പോൾ ആ സൗഖ്യം ആ ശരീരത്തെ അറിയണം
എന്ന് പറഞ്ഞ് ഞാൻ നിലപിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. രാവിലെ 6:30 മണിയായപ്പോഴത്തേക്ക് വണ്ടിയിൽ വീട്ടിൽ വന്നിറങ്ങി സിറ്റിയിൽ ഇരുന്നിട്ട് ഒന്ന് വിയർത്ത് വെള്ളം വേണമെന്ന് ഞാൻ ചായ ഇട്ടും കൊണ്ട് വന്ന് കൈ കൊടുത്ത് കുറച്ച് എന്നിട്ട് കുടിച്ചില്ല. ഒരു വലിയൊരു വേർപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു അടച്ചു. അപ്പൊ ഞാൻ വിഷയിക്കും എന്തെങ്കിലും കൂടിപ്പോയോ എന്താന്നൊക്കെ. ഞാൻ പിന്നെ തട്ടി വിളിക്കുന്ന അപ്പോൾ എൻ്റെ അടുത്ത് കൈ ഇങ്ങനെ തുടണ്ടാന്ന് പറഞ്ഞിട്ട് മിണ്ടാകുന്നു. കുറെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ എടുത്ത് കുടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റൽ പോണ്ട, എന്റെ ശരീരം വല്ലാതെ തളർന്നു വന്ന് എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അന്ന് ദൈവസൗഖ്യം കൊടുത്തു. സ്തോത്ര. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, നമുക്ക് എന്തായാലും തെളിവ് വേണമല്ലോ, പോണമല്ലോ ആശുപത്രിയിൽ. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നെ പിന്നെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഗൾഫിലുള്ള റിസൾട്ട്. ഈ റിസൾട്ട് പ്രകാരം ഇവിടെ 1.5 ലക്ഷം രൂപ ഈ ഓപ്പറേഷൻ ചെറുതായിട്ട് ചെയ്യേണ്ടി വരും ആവുമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ഒന്നും കൂടെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കേട്ടി. അപ്പൊ ഞാൻ വെളിയിൽ ഇരുന്ന് കരയാണ്, കർത്താവേ എൻ്റെ ഒരു പൈസ ഇല്ല, എൻ്റെ കർത്താവ് തന്നെ സൗഖ്യദായകൻ, എൻ്റെ ദൈവം തന്നെയാണ് ഞങ്ങളുടെ ഔഷധം, ഞങ്ങളുടെ ഡോക്ടർ ദൈവം തന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോളെ സൗഖ്യമാക്കി ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഡോക്ടറും ഔഷധം നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ചെറിയിൽ നിന്ന് കരഞ്ഞു. അപ്പൊ അടുത്തുള്ളവരൊക്കെ വന്ന് ചോദിച്ചു, എന്ത് ഹസ്ബൻഡ് ഭയങ്കര കൂടുതലാണോ, എമർജൻസി ആണോ എന്ന് പറഞ്ഞു. നമ്മൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ റിസൾട്ട് എല്ലാം ഗൾഫിൽ നിന്ന് കിട്ടിയതാണ് സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പൊ ഈ റിസൾട്ട് പ്രകാരം ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ, പക്ഷെ ചെക്ക് ചെയ്യപ്പോൾ ഇദ്ദേഹത്തിനൊന്നും കാണുന്നില്ല സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് ദൈവത്തിന് അറിയാതെ ഞാൻ അവിടെ നിന്ന് സ്തോത്രം എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറുണ്ട് സ്തോത്രം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു അസുഖം ഇല്ല. പിന്നെ 5-6 ഒരു ബോട്ടിൽ ടാബ്ലറ്റ് മാത്രം കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ചെക്കപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ട് വന്നു. രണ്ടാമത് അതൊരു 5 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യം. പിന്നീട് ഒരു കൊറോണ സമയത്ത് ഹിരണ്യയുടെ ഒരു പ്രശ്നം വന്നു. കുടലെല്ലാം കൂടെ ചുരുങ്ങിയിരുന്നു. അങ്ങനെ ഒരിടത്തും ചെയ്യത്തില്ല. അങ്ങനെ പാറശാല പോയപ്പോൾ ഒരു ഡോക്ടർ, ഒരു ദേവാസം പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് പോയി കണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം, ഇത്ര ഏജ് ആയിപ്പോയി, നോക്കാൻ തോന്നുന്നു. എല്ലാം നോക്കി ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് ഓപ്പറേഷത്തിന് 2-3-4 മണിക്കൂർ എടുത്ത് ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ ആ ഡോക്ടർ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ പുള്ളിക്കാരന് വൊമിറ്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ല, നിങ്ങൾ പ്രാർത്ഥിക്ക്, എന്തെങ്കിലും ഇത് കിട്ടണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്രയും മാത്രം. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ടുവന്നും ഓർമ്മയൊന്നുമില്ല, പിച്ചുമ്പയും പറയൊക്കെയായിരുന്നു. അങ്ങനെ ഭയങ്കര കേസ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കുടലിൽ നിന്ന് എന്തൊക്കെ ഇത്രയ്ക്ക് എടുത്ത്. അപ്പൊ എല്ലാവരും വേറെ എന്തിനൊന്നൊക്കെ ചോദിച്ചപ്പം ഇതാണ് വെട്ടിയെടുത്ത്. അപ്പൊ മോളെ വിളിച്ചു, ഇത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് മോളെ വിളിച്ചു. മോളെടുത്ത് ഡോക്ടർ സംസാരിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ പാസ്റ്റർ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇവിടെയൊക്കെ കൊറോണ ഇല്ലേ, വേണ്ട കുഴപ്പമൊന്നുമില്ല, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി എന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോയത്, പക്ഷെ അവിടെ പോലും എൻ്റെ ദൈവം നമുക്ക് വേണ്ടി പ്രത്യേക ഒരു റൂം ഒരുക്കി ദൈവം അവിടെയാണ് ഞങ്ങളെ കിടത്തിയത്. അപ്പൊ ഞാൻ അന്ന് വചനം പഠിക്കുന്ന ദിവസമായിരുന്നു. ഒരു ഡിഗ്രി ക്ലാസ്സിന് ഓൺലൈനിൽ കൂടെ പങ്കെടുത്തായിരുന്നു. അപ്പൊ എനിക്ക് എക്സാം ആണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡ് കിടന്നപ്പോഴും ഞാൻ ഈ എക്സാം എഴുതുക അവിടെ ഇരുന്ന്. അപ്പൊ അവൻ എൻ്റെ ദൈവം കാക്കും. പക്ഷെ അന്നും മോന്റെ മോൻ ഉണ്ടായിരുന്നു, ശുശ്രൂഷ ചെയ്യുന്ന മോൻ ഉണ്ടായിരുന്നു. മോന്റെ പപ്പ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, അവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാം. പക്ഷെ ദൈവം അത്ഭുതകരമായി അന്ന് ആ 12 മണിക്കൂർ എന്തോന്ന് അവർ പറഞ്ഞിരുന്നത്, 24 മണിക്കൂർ എന്തോന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ ദൈവം അർദ്ധരാത്രിയായപ്പോൾ തന്നെ അതിലും പൂർണ്ണ ഒരു വിടുതൽ എൻ്റെ ഹസ്ബൻഡിന് നൽകി. രണ്ടാമത്തെ മരണത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിനെ ദൈവം രക്ഷിച്ചു. മൂന്നാമത് ഈ അടുത്ത കാലത്ത് 2 വർഷം ആവേ ഉള്ളൂ, ഒരു ജോലി ചെയ്തുകൊണ്ടപ്പോൾ ഒരു കട്ടർ വീഴാൻ പോയപ്പോൾ കട്ടറിനെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഈ നെർവെല്ലാം അറ്റുപോയി. കൈപ്പത്ത് തെറിച്ചില്ലെന്നേ ഉള്ളൂ, ഈ നെർവെല്ലാം അറ്റുപോയി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ നെർവെല്ലാം അറ്റുപോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യില്ല. പിന്നെ ആൾക്കാരെയൊക്കെ കൊണ്ട് വിളിച്ച് അങ്ങനെ ദൈവം സഹായിച്ച അപ്പോഴിന്ന് ഓപ്പറേഷന് കയറ്റി. അതും 6-7 മണിക്കൂർ എടുത്ത് ആ ഓപ്പറേഷന്. കാരണം ഓരോ നരമ്പിലും പ്ലാസ്റ്റിക്കാ ഇട്ട് ജോയിൻ ചെയ്ത് തച്ചത്, ഇവിടുന്ന് ഇതുവരെ തയ്യാറായിരുന്നു. അപ്പം പറഞ്ഞു കൈ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കൈ അനക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടു.
അപ്പോൾ കൈ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈ അനക്കാൻ പറ്റത്തില്ല, ഈ കൈ സ്വാധീനമില്ല എന്ന്. പക്ഷെ അവിടെയും ചർച്ചയിൽ നിന്ന് രണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് രണ്ടുപേർ വന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കിട്ടി. 2 ആഴ്ച ആയപ്പം ആ വിരലുകൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആ വിരൽ വെച്ച് ചെറിയ വെയിറ്റ് വരെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും ദൈവം, അപ്പൊ 3 വിഷയത്തിൽ നിന്നും ദൈവം നമ്മളെ വിടിപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം ഇപ്രകാരം തന്നെ പറയുന്നത്, പിന്നെ രക്തസ്രാവക്കാരുടെ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കോ ആമേ സ്തോത്രം, ആ വിശ്വാസം, നിന്റെ വിശ്വാസം അവർക്ക് ആ ഒരു വിഷയത്തിന് മാത്രം വന്നപ്പോ അതിൽ നിന്ന് ആ ഒരു വിഷയത്തിന് മാത്രം പിന്നെ എന്തോ അത്ഭുത വിശ്വാസത്തിന് തന്നെ ദൈവം ആ ഒരു വിഷയത്തിന് മാത്രം കൊടുത്തു. എന്നാൽ ആമേ സ്തോത്ര, നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് അതുപോലെയാണ് നമ്മളെ ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോ രക്തസ്രാവിക്കാരി വിശ്വസിച്ചു, തൊങ്ങൽ തട്ടിയാൽ സൗഖ്യമാവുന്നു, അവർക്ക് അതിൽ വിടുതൽ പ്രാപിച്ചു. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് ആരുമില്ല, നമ്മുടെ ആശ്രയം. ഞാൻ ഇന്നും ജീവിക്കുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ദൈവമേ നിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു, നിന്നിൽ മാത്രം ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇന്ന് വരെ നടത്തിയ ദൈവം ഇനി മേല് നടത്താൻ എനിക്ക് ശക്തനാണ് എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇതുവരെയും ഞാൻ ജീവിച്ചു വന്ന, ഇതുവരെ നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് എൻ്റെ കുടുംബം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ദൈവത്തിന് വേണ്ടി അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് ഇപ്പോഴും ദൈവത്തിന് വേണ്ടി പലയിടങ്ങളിൽ ഇപ്പോൾ എനിക്ക് സെല്ലുകളൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഓൾറെഡി പുറത്തിറങ്ങി മണ്ണന്തല നോക്കി ഓരോ കുടുംബങ്ങളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓരോരുത്തരടുത്ത് ചോദിച്ച് ഓരോരുത്തർ അറിഞ്ഞു അവിടെ പോകുന്നുണ്ട്. വഴുതയ്ക്കാട് ഒരു കുടുംബത്തിലെ കഴിഞ്ഞ ദിവസം കയറിപ്പോയി. ആ കുടുംബത്തിൽ വിശ്വാസത്തിൽ വന്നു. അവർ വിശ്വസിച്ചു ദൈവത്തിൽ. അവര് ഹസ്ബൻഡും മോളും വിശ്വാസത്തിലേക്ക് ദൈവത്തെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു അവരും വരാൻ തയ്യാറായിരിക്കുന്നു. ഇനി അടുത്ത വേറൊരു കുടുംബത്തിൽ പോയി അവിടെയും ഞാൻ സുവിശേഷം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് ഇപ്പോൾ യങ്സ് കുറെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ഒരാളുടെ നമ്പർ തന്നു. അപ്പൊ അവരെയും വിളിച്ച് അവിടെ പിന്നെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പിള്ളേർ പ്രാർത്ഥിക്കാൻ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ശേഷം എനിക്കൊരു അവസരം തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ജീവിക്കുന്ന കാലം വരെയും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുക, അതാണ് എന്നെ രക്ഷിച്ച ദൈവം. എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ബാക്കിയുള്ളവരെ രക്ഷിക്കണം. ബാക്കിയുള്ളവരെ എൻ്റെ കർത്താവിനെ അറിയണം. ലോകത്ത് ഒത്തിരി പേര് യേശുവിനെ അറിയാം, പക്ഷെ ആരും യേശുവിൻ്റെ അടുത്ത് വന്നിട്ടില്ല. യേശുവിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ആ യേശുവിൻ്റെ ആ സ്നേഹവും ആ നന്മകളും ആ കരുതലുകളും ആരും അറിയുന്നില്ല. അപ്പൊ എന്നെ വിളിച്ച് എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തിനെ, എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിനെ, എന്നെ സാക്ഷിയായിട്ട് ഇതിനെ നിർത്തിയെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ ജീവനുള്ള കാലം വരെയും കർത്താവിന് വേണ്ടി മാത്രം ചെലവാക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നു. പിന്നെ പ്രകാരം എനിക്ക് അരമ ടിവിയിലേക്ക് എനിക്ക് അവസരം തന്ന അരമ ടിവിക്കും അതുപോലെ തന്നെ പാസ്റ്ററിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി അനേകർക്ക് ഈ സാക്ഷ്യം അനേകർക്ക് ഒരു വിടുതലായി അനേകവരെ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ കർത്താവിന്റെ ദാസി ഗീതാ സിസ്റ്ററിലൂടെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവം ആരെന്നറിയാതെ സത്യദൈവത്തെ അന്വേഷിക്കുവാനുള്ളതായ ആ ഒരു താല്പര്യം ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ഒരു അനുഭവം പിന്നത്തേതിൽ ഇന്ന് അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾക്ക് പലർക്കും യേശുവിനെ അറിയാം, യേശു ആരാണ് എന്താണ് എന്നൊക്കെ അറിയാം. പക്ഷേ യേശുവിനെ നാം അറിയുന്നതിനേക്കാൾ ഉപരി യേശു നമ്മെ അറിയുക എന്നുള്ളതാണ്. യേശു നമ്മെ അറിഞ്ഞു എങ്കിൽ മാത്രമേ നാം യേശുവിനെ അറിയുന്നത് കൊണ്ട് പ്രയോജനം ഉള്ളൂ. പലപ്പോഴും യേശുവിനെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് യേശുവിനെ അറിയത്തില്ല. അപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് യേശുവിനെ അറിയാം, യേശു അവരെ അറിയുന്നില്ല.
എന്നാൽ യേശുവിനെ അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒരുപോലെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് അത്ഭുതങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട ആ 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായിരുന്നതായ ആ സ്ത്രീ ക്ഷണത്തിൽ അവള് സൗഖ്യമായി എന്ന വചനം പറയുന്നു. യേശു പുരുഷാരത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് യേശു ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആർ? ഇത്രയും ജനം തിക്കിത്തിരക്കുന്നത് നീ കാണുന്നില്ലയോ എന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. തിക്കിത്തിരക്കുന്നത് കാണുന്നില്ലയോ, പിന്നെ എന്നെ തൊട്ടത് ആർ എന്ന്. പക്ഷെ കർത്താവ് ചോദിക്കുന്നു മറുപടി, അല്ല, എന്നെ തൊട്ടു. എന്നെ ആരോ തൊട്ടു. തിക്കിത്തിരക്കുന്നവരുടെ തിക്കുതിരക്കുമല്ല, ആവശ്യത്തോടുകൂടി തൊട്ടവന്റെ ആ ഒരു സ്പർശനമാണ് കർത്താവ് അതിൻ്റെ ഇടയിൽ തിരിച്ചറിഞ്ഞത്. യേശുവിനെ അറിയുന്നവരും യേശു ദൈവമാണെന്നൊക്കെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുക എന്നുള്ളതായ ഒരു തീരുമാനത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട സ്ത്രീ, അവൾ സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. അവൾ എന്നും ലോകത്ത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവളിലൂടെ വെളിപ്പെട്ടതായ സാക്ഷ്യം ലോകം എന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പടയാളികൾ യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ടൊക്കെ അവരെടുത്തു. പക്ഷെ ആ വസ്ത്രം എടുത്തത് കൊണ്ട് അവരാരും പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടെങ്ങും കാണുന്നില്ല. പക്ഷെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ട സ്ത്രീ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആ ഒരു വിശ്വാസം, ആ ഒരു സമർപ്പണം, ആ ഒരു പ്രാർത്ഥന, നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ മാറ്റുവാൻ ഇടയായിത്തീരുന്നത്. വാത്സല്യ ഗീതാ സഹോദരിയുടെ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കൊടുത്ത വിലയുടെയൊക്കെ പ്രതിഫലം, സന്തോഷം ഇന്ന് അനുഭവിക്കുവാനും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നുപോയതായ കഷ്ടതയുടെ നാളുകളുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒക്കെ കടന്നുപോയി. എങ്കിലും അതിൻ്റെയൊക്കെ നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെയിരുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗീതാ സിസ്റ്ററിനെയും കുടുംബത്തെയും മക്കളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ, പ്രചോദനമായി തീരട്ടെ. കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും അത് പര്യാപ്തമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരിൽ പല പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷേ ഇതുപോലെയുള്ളതായ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നാം നമ്മുടെ കർത്താവിന്റെ മുൻപാകെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തില് ഈ ദൈവസ്നേഹം ഇറങ്ങി വരുവാൻ, ദൈവീയ ഇടപെടലുകൾ അനുഭവിച്ചറിയുവാൻ അത് മുഖാന്തരമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളെ പരമേൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഗീത ആമേൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും.
ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു നാഥ, വാഴ്ത്തുന്നു അപ്പാ. സ്തോത്രം, ഇപ്രകാരം നല്ലൊരു അവസരം തന്നതിനായി സ്തോത്രം കർത്താവെ. അപ്പാ സ്തോത്ര, ഹല്ലേലൂയ കർത്താവെ. ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ എല്ലാ ആരോമസേവയുടെ ഹല്ലേലൂയ മക്കൾക്കും കർത്താവെ, എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഹല്ലേലൂയ കർത്താവെ. അപ്പാ ഇന്നത്തെ എൻ്റെ സാക്ഷ്യം കർത്താവെ സ്തോത്രം, ജീവനുള്ള സാക്ഷ്യമായി കർത്താവെ സ്തോത്ര, ഇത് കാണുന്ന അനേകമുള്ള ഹൃദയങ്ങളിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവെ. അപ്പാ സ്തോത്ര, ഹല്ലേലൂയ അവരെന്റെ രക്ഷകന കർത്താവെ സ്തോത്ര, ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, അപ്പന്റെ കരുതലുകൾ അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ ഹല്ലേലൂയ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സകല വ്യക്തികളെ, സകല കുടുംബങ്ങളെ, ഇനി ശ്രമിക്കാനിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ജീവിപ്പിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്, നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്, സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, മനസ്സലിവിന്റെ ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്ന് അറിവാൻ തക്കവണ്ണം കർത്താവെ. ആ ഉള്ളങ്ങളെ കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ ഹല്ലേലൂയ ഉള്ളങ്ങൾ കർത്താവെ, ഹൃദയത്തിലെ ഉൾക്കണ്ണുകളെ അങ്ങ് തുറന്ന് ശോഭിപ്പാൻ അങ്ങ് പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അപ്പാ സ്തോത്ര, ഹല്ലേലൂയ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കി കൊണ്ടുവരുന്ന കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഒരു സാക്ഷ്യം ഉളവാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവെ, അനേകവർ എന്റെ ക്രിസ്തുവിനെ അറിയുവാൻ കർത്താവെ, അപ്പന്റെ മാറോട് ചേർന്ന് ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അപ്പനായി ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ. ഓടുന്നവന്റെ കൂടെ ഓടുന്ന എന്റെ ദൈവം കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ പപ്പ, അങ്ങ് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച സ്തോത്ര. ജനത്തിന്റെ തിരുകരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയ പങ്ക് ചെയ്യും, ഉള്ളത്തെ അങ്ങ് തൊടും, ആഴത്തിലേക്ക് ഹല്ലേലൂയ സാക്ഷി ഇറങ്ങി ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. മനസ്സിന്റെ ഹൃദയത്തൊക്കെ കൊടുക്കും കർത്താവെ സ്തോത്ര. അറിയേണ്ട ദൈവത്തെ അറിയാൻ അങ്ങ് സഹായിക്കും. തിരുനാമ സകലതിന് മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ സിസ്റ്റർ ഗീത ഗോപിനാഥ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ആശ്രിതമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവിന്റെ ആസിയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമയും കൂടുവാൻ ഇടയായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com